മറ്റ് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഇവിടെ കൈകാര്യം ചെയ്യുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, വത്സല്യ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനവും പ്രത്യാശയും ഞാൻ അറിയിക്കും. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ നടുവിൽ ഇന്ന് പകൽ വെളിപ്പെട്ടു. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ അനുഭവിക്കുന്ന ദൈവമക്കളൊന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമോ? വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രാർത്ഥനാമുറിയിൽ പ്രകാശിപ്പിച്ച വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ കർത്താവിൽ ഞാൻ ആശിക്കും. എസെക്കേൽ പ്രവചനം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായം 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. യോഹാഗീൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദയ ദേശത്ത് കെബാർ നദി തീരത്ത് വെച്ച് ബൂസിയുടെ മകനെ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. അവിടെ യഹോവയുടെ കൈയും അവൻ്റെ മേൽ വന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നടച്ച് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ നടുവിൽ വീണ്ടും ചലിക്കട്ടെ. സ്വർഗം തുറന്ന് ഇന്ന് രാത്രി നമ്മെ തലോടുന്ന, നമ്മെ സ്പർശിക്കുന്ന, നമ്മോട് വ്യക്തിപരമായി ഇടപെടുന്ന, നമ്മെ വിവേചിക്കുന്ന, കാലഘട്ടങ്ങളെ വിവേചിക്കുന്ന പ്രത്യേക ദൈവിക ശുശ്രൂഷ ഇന്ന് രാത്രിനകത്ത് വെളിപ്പെട്ടു വരേണ്ടതിന്, ആത്മാവിൻ്റെ വലിയ മണ്ഡലം വെളിപ്പെടുവാൻ, അഭിഷേകത്തിൻ്റെ വലിയ തലം ഇതിനകത്ത് ചലിക്കേണ്ടതിനായി ആത്മനിറവുള്ള ദൈവമക്കൾ ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ച് അതരം തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും അതരങ്ങൾ തുറന്ന് ആത്മാവിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. ആരും മൗനമായിരിക്കാതെ അല്പനിമിഷങ്ങൾ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കേണ്ടതിനായി, കാലഘട്ടത്തെ പരിശുദ്ധാത്മ വിവേചിക്കേണ്ടതിനായി ഇന്ന് രാത്രി നമ്മോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവം നമുക്ക് നൽകുവാൻ എല്ലാവരും ചേർന്ന് അതരങ്ങൾ തുറന്ന് ആത്മാവിൽ നിന്ന് സ്തോത്രം പറയാ. എത്ര മധുരമാവൻ നാമമേനിക്കു പാർത്ത, എത്ര മധുരമാവൻ നാമമേനിക്കു പാർത്ത. ഓർത്തുവാരും തോറുമേ ആർത്തിമാഞ്ഞു പോകുന്നു. ഓർത്തുവാരും തോറുമേ ആർത്തിമാഞ്ഞു പോകുന്നു. പ്രത്യാശയോടെ യേശു അടിസ്ഥാനം ആശ്രയവനിലത്രേ. ഓ യേശു അടിസ്ഥാനം. ധൈര്യത്തോടെ പ്രത്യാശയോടെ പാടാം. ആശ്രയവനിലത്രേ. ഓ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഇന്നേക്ക് 60 വർഷങ്ങൾക്ക് പിൻപിൽ കോട്ടയം സ്വദേശിയായ കർത്തൃദാസൻ പാസ്റ്റർ TJ ആന്ത്രയാസ് അവറുകൾ ജീവിതത്തിൻ്റെ സായാഹ്നഘട്ടങ്ങളിൽ രോഗാതുരനായി ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന അനവധി കർത്തൃദാസന്മാർ തൻ്റെ മടങ്ങിവരവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വാത്സല്യ കർത്തൃദാസൻ കാണുന്നൊരു കാഴ്ച, താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് തന്നെ ചേർക്കുവാനായി ദൈവത്തിൻ്റെ ദൂതന്മാർ ആ കട്ടിൻ്റെ ചുറ്റും നിൽക്കും. തൻ്റെ മൂത്ത മകനെ അടുക്കൽ വിളിച്ചു വരുത്തി ഇങ്ങനെ പറഞ്ഞു, മോൻ പോയി പേപ്പറും പേനയുമായി വരാൻ പറഞ്ഞു. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഒരു സംഭാവന എനിക്ക് നൽകാനുണ്ട്. ആ മകൻ അടുത്ത് നിൽക്കുമ്പോൾ കർത്തൃദാസൻ്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് നൽകിയ വരികളാണ്, ദുഃഖം, ദാരിദ്ര്യം എന്നിവയ്ക്കുണ്ടോ അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞ്, ശക്തി എന്മേ കൈക്ക് പിടിച്ച്, ഉറക്കെ പറഞ്ഞില്ല, കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ടു പോകും. കേൾക്കുന്നുണ്ടോ? അങ്ങനെ ആ
ഭക്തൻ ആത്മാവിൽ ചാലിച്ചെഴുതിയ പാട്ട് വർഷം 60 കഴിഞ്ഞിട്ടും ഇന്നും ക്രൈസ്തവ കൈരളി ഏറ്റുപാടുന്നെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്: ജീവിതത്തിൻ്റെ പരിശോധനയിൽ, അഗ്നിശോധനയിൽ ദൈവം നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ, പാട്ടുകൾ, അത് ദൂതുകൾ, അരുളപ്പാടാകട്ടെ, ആമേൻ, വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണെന്ന് ഇന്ന് രാത്രി ദൈവസഭ വിസ്മരിച്ചു പോകരുത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, ജീവിതത്തിലെ അഗ്നിശോധനകൾ, പരിശോധനകൾ, ഒറ്റപ്പെടലുകൾ, അവഗണനകൾ, അത് തിന്മയ്ക്കല്ല, അത് ദൈവ നന്മയാക്കി മാറ്റാൻ പോകുക. ഉറപ്പുള്ളവർ ഇന്ന് രാത്രി അതരം തുറന്ന് ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താൽ. യഹൂദ ചരിത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ പ്രവചിച്ച പ്രവാചകനാണ് യഹസ്കേൽ പ്രവാചകൻ. യെശയ്യാവ്, യിരെമ്യാവ്, യഹസ്കേൽ, ദാനിയേൽ, ഈ 3 പേരിൽ നിന്ന്, യെശയ്യാവ്, യിരെമ്യാവ്, ദാനിയേലിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിൽ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ദൂത് കൈമാറാൻ ദൈവത്താൽ എഴുന്നേൽക്കപ്പെട്ട ഒരു അഭിഷക്തനാണ് യഹസ്കേൽ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, BC 606-605 കാലഘട്ടത്തിൽ അന്നത്തെ ബാബിലോൺ രാജാവായിരുന്ന നെബൂഖദ്നേസർ, ആമേൻ, 4 സാമ്രാജ്യങ്ങളാണെന്ന് നിലവിൽ നിന്നിരുന്നത്. 1 ബാബിലോൺ, 2 മേദിയ പാർസിയ, 3 അശൂർ സാമ്രാജ്യം, 4 റോമൻ സാമ്രാജ്യം. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യം അടക്കി ഭരിച്ച ബാബിലോണിന്റെ ഉള്ളിൽ ഒരു ചിന്ത, ആമേൻ, യെരൂശലേമിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പറ്റം വിശുദ്ധന്മാരെ ആക്രമിക്കുക, അവിടെ ഉണ്ടായിരിക്കുന്ന പൊൻവെള്ളി പാത്രങ്ങൾ കൊള്ളയടിക്കുക. അങ്ങനെ ആമേൻ, ദുഷ്ട പിശാച് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത കോരിയിട്ടു. 3 പ്രാവശ്യമായി നെബൂഖദ്നേസർ തന്റെ ഭരണ സ്വാധീനത്താൽ യെരൂശലേമിനെ ആക്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന വെള്ളി, പൊന്ന്, ആമേൻ, വില കൂടിയ പാത്രങ്ങളെ കൊള്ളയടിച്ചു. 10,000-ത്തിലധികം ആളുകളെ, ആമേൻ, സ്വത്ര കൊള്ളയടിച്ച കൂട്ടത്തിൽ യഹസ്കേൽ എന്ന് പറയുന്ന പ്രവാചകനുണ്ട്. നോക്കുക, യെരൂശലേമിൽ നിന്നും വളരെ വിദൂരെയായി ബാബിലോണിൽ ഒറ്റപ്പെടലിന്റെ നടുവിൽ, ഏകാന്തതയുടെ നടുവിൽ, കൂട്ടിനും കൂട്ടായ്മയ്ക്കും പോലും അടുത്തും ആരുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ശ്രദ്ധിച്ചേ, ആമേൻ, അതുകൊണ്ട് 137 സങ്കീർത്തനത്തിൽ ഭക്തൻ എഴുതി, ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്ന് കരഞ്ഞു, ഞങ്ങളുടെ കിന്നരങ്ങളെ ഞങ്ങൾ തൂക്കിയിട്ടു. എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്, പാടാൻ മറന്നുപോയ ജനം, പ്രാർത്ഥിക്കാൻ മറന്നുപോയ ജനം, ദൈവത്തെ സ്തുതിക്കാൻ മറന്നുപോയ ജനം, ഓ ദൈവത്തിൻ്റെ മഹത്വം മറന്നുപോയ ജനം, ദൈവത്തിൻ്റെ സാന്നിധ്യം മറന്നുപോയ ജനം, ഈ ജനത്തിൻ്റെ നടുവിൽ ഒറ്റ മനുഷ്യനോട് എൻ്റെ ദൈവം ഇടപെടാൻ തുടങ്ങി. അങ്ങനെ 30-ാം ആണ്ടെന്ന് പറയുന്നത് യഹസ്കേലിന്റെ 30-ാമത്തെ വയസ്സാകാനാണ് സാധ്യത. ഒരു പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 30-ാം വയസ്സാണ്. 30-ാം വയസ്സ് ആകാം 30-ാം ആണ്ട്. ശ്രദ്ധിച്ചേ, കെബാർ നദികളുടെ തീരത്തിരിക്കുമ്പോൾ, ശ്രദ്ധിച്ചേ, യഹോവയുടെ കൈ യഹസ്കേലിന്റെ മേൽ വന്നു. യഹസ്കേലിന്റെ ശുശ്രൂഷ ആരംഭിച്ചത് എങ്ങനെയെന്ന് ഞാൻ പറയാം. ദിവ്യ ദർശനങ്ങളോടുകൂടിയാണ്. 4 വ്യത്യസ്ത കെരൂബുകളുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ മഹത്വം യഹസ്കേൽ കണ്ടത് ബാബിലോണിലാണ്, പ്രവാസത്തിലാണ്, അടിമത്തത്തിലാണ്, ഒറ്റപ്പെടലിൻ്റെ നടുവിലാണ്, അവഗണനയുടെ നടുവിലാണ്, വേദനയുടെ നടുവിലാണ്, തിക്താനുഭവങ്ങളുടെ നടുവിലാണ്. പാട്ടുപാടാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ സ്തുതിക്കാനും മറന്നുപോയ ജനത്തിൻ്റെ നടുവിൽ ഒരു മനുഷ്യനോട് ദൈവാത്മാവിന് ഇടപെടാൻ പ്രസാദം തോന്നിയെങ്കിൽ യേശു ക്രിസ്തു തന്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലക്ക് വാങ്ങിയ ദൈവസഭയെ നോക്കി ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ ദൂത് പറയുകയാണ്. ഏതു സമയത്തും, ഏതു സാഹചര്യത്തിലും, ഏതു കാലഘട്ടത്തിലും, ഏതു വേളയിലും ഒരുവനോട് ദൈവത്തിന് ഇടപെടാൻ കഴിയോ?
സാഹചര്യം അനുകൂലമാകുമ്പോൾ മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമല്ല, എല്ലാം നിനക്ക് അനുകൂലമായിരിക്കുമ്പോൾ അല്ല കുഞ്ഞേ. അവൻ നിന്നയുടെ നടുവിൽ, പരിഹാസത്തിന്റെ നടുവിൽ, ആക്ഷേപത്തിന്റെ നടുവിൽ, എല്ലാം പ്രതികൂലമായതിന്റെ നടുവിൽ ഇന്ന് രാത്രി സ്വർഗ്ഗം ഈ രാത്രി ചിലരോട് ഇടപെടാൻ പോകുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിക്കുന്നുണ്ട് കേട്ടോ. ദൈവത്തിന്റെ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, എന്നെ കാണാൻ ആരുമില്ലല്ലോ, എന്നെ അറിയാൻ ആരുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ. ഇന്ന് രാത്രി ഞാൻ പറയാ, നിന്റെ അപ്പൻ കരുതുന്നതിനേക്കാൾ, അമ്മ കരുതുന്നതിനേക്കാൾ, നിന്റെ പിതാവ് മനസ്സിലാക്കുന്നതിനേക്കാൾ, മാതാവ് മനസ്സിലാക്കുന്നതിനേക്കാൾ, ദൈവം നിനക്ക് നൽകിയ ജീവിത പങ്കാളി നിന്നെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഇന്ന് രാത്രി ഒരുവൻ നിന്നെ തിരിച്ചറിയുന്നുണ്ട്. മോശയോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, മോശേ, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. നമ്മെ അടുത്തറിഞ്ഞവരെന്ന് അഭിമാനിക്കുന്ന പറയുന്നവരൊക്കെ നമ്മെ എത്രയോ തവണ കൈയൊഴിഞ്ഞു, നമ്മെ കൈവിട്ടു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ പറയുന്നു, ഒരുവൻ്റെ സാന്നിധ്യം നിന്റെ ചാരയുണ്ട്. ഒരുവൻ നിന്റെ കൈക്ക് പിടിച്ചത് ഇന്ന് രാത്രി ആത്മകണ്ണ് തുറന്ന് കാണുന്ന എത്ര ദൈവമക്കൾ ഈ രാത്രി ഇവിടെ ഉണ്ട്. ശ്രദ്ധിച്ചേ, യെഹെസ്കേൽ ആമേൻ പ്രവചനത്തിൽ യഹോവയുടെ മഹത്വം, യഹോവയുടെ അരുളപ്പാട്, ഞാൻ യഹോവയെന്ന് അവർ അറിയും, മനുഷ്യപുത്രൻ എന്നിങ്ങനെയുള്ള പദങ്ങളൊക്കെ വളരെയധികം പ്രത്യേകതകളുള്ള പദമാണ്. ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിച്ചു, മരുഭൂമിയിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് രാത്രിയിൽ ഞാൻ നിയോഗത്തോടെ നിങ്ങളുടെ നടുവിൽ ദൂത് കൈമാറുകയാണ്. ഒറ്റപ്പെടലിൻ്റെ പ്രവാസത്തിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും. അപ്പൊ കെരൂബുകളുടെ രൂപത്തിൽ ദൈവത്തിന്റെ മഹത്വം പ്രത്യക്ഷപ്പെട്ടു. എന്താ ഇതിന്റെ അർത്ഥം? 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ, 10-ാം വാക്യം വേഗത്തിലൊന്ന് വായിക്കാൻ കഴിയുമോ? മുഖവും 4 ചിറകുമുണ്ടായിരുന്നു, അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയുമായിരുന്നു. 1-ാമത്തെ രൂപം കാളക്കിടാവിന്റെ രൂപം. കർത്തൃദാസനെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 2-ാമത്തെ രൂപം മനുഷ്യമുഖമായിരുന്നു. 3-ാമത്തെ മുഖം 4 വലത്തുഭാഗത്തും സിംഹമുഖം ഉണ്ടായിരുന്നു. ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4 കഴുകുമുഖവും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗത്തിൽ ഓർപ്പിക്കുക, ഓർഡർ പറയുകയാണ്. സിംഹമുഖം, കാളമുഖം, മനുഷ്യമുഖം, കഴുകുമുഖം. ഒന്ന് ചേർന്ന് പറഞ്ഞേ, സിംഹമുഖം, കാളമുഖം, മനുഷ്യമുഖം, കഴുകുമുഖം. എന്താ ഇതിന്റെ അർത്ഥം? ഭാവിയിൽ ജഡാവതാരമെടുക്കാൻ പോകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് പ്രവാസത്തിൽ ഒരു വലിയ പ്രവാചകന് ദൈവം വെളിപ്പാട് നൽകിയത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം നിയോഗത്തോടെ പറയാ. ആമേൻ. മത്തായി സുവിശേഷത്തിൽ യേശു ക്രിസ്തു രാജാവാണ്, അതാണ് സിംഹമുഖം. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ദാസനാണ്, അതാണ് കാളമുഖം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു മനുഷ്യപുത്രനാണ്, അതാണ് മനുഷ്യമുഖം. 4-ാമത്തെ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷത്തിൽ കഴുകുമുഖം എന്ന് പറയുന്നത് യേശു ദൈവമാണ്. കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഒറ്റപ്പെടലായതുകൊണ്ട്, അവഗണനകളായതുകൊണ്ട്, നിന്നയായതുകൊണ്ട് നീ അവിടെ ഒതുങ്ങിപ്പോകുമെന്ന് പിശാച് നിന്റെ ഹൃദയത്തിൽ മന്ത്രിക്കുമ്പോൾ ഇന്ന് രാത്രി ആ നിരാശയുടെ ആമേൻ വേവലാതിയുടെ വേലിക്കെട്ടുകൾ പൊളിച്ച് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്ന ദൈവ സാന്നിധ്യത്തിന് കഴിയും, ദൈവശക്തിക്ക് കഴിയും. എത്ര പേർ ഇന്ന് രാത്രി തിരിച്ചറിയുന്നുണ്ട്? ഇപ്പോൾ നീ ആയിരിക്കുന്ന ആ പരിവരുത്ത സാഹചര്യം കൊണ്ട് കുഞ്ഞേ, നിന്റെ ശുശ്രൂഷ തീർന്നു പോവില്ല. നിന്റെ മേലുള്ള നിയോഗം അവിടെ ഒതുങ്ങില്ല. നിന്റെ മേലുള്ള അഭിഷേകം അവിടെ ഒതുങ്ങില്ല. നിന്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന ആ പ്രത്യേക അധികാരം അവിടെ ഒതുങ്ങില്ല.
ഏതെല്ലാം പ്രബല ശക്തികൾ നിന്നെ ഒരുമിച്ച് നിന്ന് കൂട്ടം കൂടി ആക്രമിക്കാൻ നോക്കിയാലും, ഒതുക്കാൻ നോക്കിയാലും, അപവാദം പറയാൻ നോക്കിയാലും, നിനക്ക് വിരോധമായി നിന്ദിച്ചാൽ, നിനക്ക് വിരോധമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ, നിനക്ക് വിരോധമായി വാട്സപ്പ് ഗ്രൂപ്പിൽ എഴുതി പിടിപ്പിച്ചാലും ഇല്ല, നിയോഗമുള്ളവേ ഈ തലമുറയെ പുറത്തു വരൂ. ഓ റിബലബലബലബലബലബസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ, യെഹെസ്കേലിന്റെ മേൽ ദൈവത്തിന്റെ കൈ വെളിപ്പെട്ടു. എന്തിനാ? മഹത്വത്തിന്റെ പ്രത്യക്ഷത കാണിക്കാൻ. അങ്ങനെങ്കിൽ ഇവിടെ വന്ന് പാട്ടുപാടി ദൈവദാസന്മാർ ശുശ്രൂഷിച്ച് വചനമൊക്കെ കേൾക്കുന്നതും ആത്മാവിൽ ആമേൻ പറയുന്നത് നല്ലതാണെങ്കിലും ആമേൻ അതിലുപരിയായി ദൈവത്തിൻ്റെ മഹത്വം നീ കാണണം. ഇന്ന് വരെ കാണാത്ത വെളിപ്പാട് ദൈവം നിനക്ക് നൽകാൻ പോകുകയാണ്. ഇതുവരെ കാണാത്ത ദർശനങ്ങൾ ദൈവം നിനക്ക് പ്രാർത്ഥനാമുറിയിൽ തരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഏകാഗ്രതയോടെ, പരമാർത്ഥ മനസ്സോടെ, ഒരു നല്ല മനസ്സാക്ഷിയോടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് വിശ്വാസത്താൽ ആത്മാവിൽ നിന്ന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്ക്. എന്നോടാണ് ദൈവാത്മാവ് ഇടപെടുന്നത്, ഇത് എന്നോടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. എവിടെയോ മങ്ങിപ്പോയ ശബ്ദങ്ങൾ, മങ്ങിപ്പോയ വെളിപ്പാടുകൾ, ഇതുവരെ തെളിയാത്ത പ്രവചന ശബ്ദങ്ങൾ, ഇതുവരെ വെളിപ്പെട്ടു വരാത്ത നിയോഗങ്ങൾ, ഇതുവരെ തെളിഞ്ഞു വരാത്ത വാഗ്ദത്തങ്ങൾ, അത് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യക്ഷത കാണാൻ യെഹെസ്കേലിന്റെ മേൽ ദൈവത്തിന്റെ കൈ വെളിപ്പെട്ടു. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവദാസന്മാർ ഓരോരുത്തരായി ഇനിയും വരും. നിശ്ചയമായിട്ടും നിങ്ങൾ 42 പ്രസംഗങ്ങൾ കേൾക്കും. ഇതോടായപ്പം 3 കഴിഞ്ഞു. ഇനിയും കേൾക്കാൻ പോവാ. ശക്തന്മാരായ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ഓരോരുത്തർ വരും. പ്രസംഗം കേട്ട് ആധാരം എഴുതിയെടുക്കുന്ന പോലെ ഡയറി കുറിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ നല്ലതാണെങ്കിൽ അതിലപ്പുറമായി ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ഈ തലമുറയെ അഭിഷേകത്തെ വഹിക്കാൻ, യേശുവിനെ വഹിക്കാൻ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി മാറാൻ, അനേകരെ പൈശാചിക ബന്ധനത്തിൽ പുറത്തു കൊണ്ടുവരാൻ. ഇന്ന് അല്പനിമിഷങ്ങൾ ഞാൻ ആ പാഴ്സനേജിൽ ഓഫീസിൽ ആ റൂമിൽ, ഗസ്റ്റ് റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മ നൽകിയ ഒരു സന്ദേശം ഞാൻ പറയാ. ഈ സഭയ്ക്കകത്തുനിന്ന് ചിലതിനെ, അന്ധകാരത്തിലിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ ഇന്ന് രാത്രി ദൈവം വിശേഷാൽ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. ബന്ധിക്കപ്പെട്ടവരോട് പുറത്തു വരാൻ അവൻ അധികാരത്തോടെ കൽപ്പിക്കാൻ. പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടി ദുഷ്ടപിശാച് ഒതുക്കി വെച്ചിരിക്കുന്ന, ജാതീയ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന, വശീകരണത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരോ. ഇന്ന് രാത്രി കുഞ്ഞേ, ദൈവം നിന്നെ ഒരു അധികാരം തരികയാ. അങ്ങനെ ഒരു മഹത്വത്തിനകത്ത് വെളിപ്പെടുക. ആമേൻ. ശ്രദ്ധിച്ചേ, യഹോവയുടെ കൈ വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ മഹത്വം കണ്ട യെഹെസ്കേൽ ഇത് കണ്ട് സ്തോത്രം പറഞ്ഞു പോയെന്നല്ല, ഈ മഹത്വം കണ്ടപ്പോൾ കവിണ്ണു വീണു. ഇന്ന് രാത്രി ദൈവം ഇതല്ലേ, നീ കവിണ്ണു വീഴേണ്ടവന്റെ മുമ്പിൽ കവിണ്ണു വീണു. നീ മുട്ടുമടക്കേണ്ടവന്റെ മുമ്പിൽ മുട്ടുകുത്തിയ, നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ മുട്ടുകുത്താൻ ദൈവം അനുവദിക്കില്ല. നിന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ മുമ്പിൽ മുട്ടുകുത്താൻ ദൈവം അനുവദിക്കില്ല. നിന്റെ സഹപ്രവർത്തകരുടെ മുമ്പിൽ മുട്ടുകുത്താൻ എന്റെ ദൈവം അനുവദിക്കില്ല. ഒരു പിശാചിന്റെ മുമ്പിൽ നീ മുട്ടുകുത്തേണ്ടി വരികയില്ല. ഇന്ന് രാത്രി ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ആത്മാവിൽ ഒന്ന് കവിണ് വീടാൻ എത്ര പേർക്ക് ആത്മാവിൽ മനസ്സുണ്ട്? ഇന്ന് ആത്മീയ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യച്യുതി, നമ്മുടെ ഇടയിലൊക്കെ VVIPകളുടെ എണ്ണം കൂടി.
വാതുറക്കാൻ മനസ്സില്ല, കൈയടിക്കാൻ മനസ്സില്ല, ആരാധിക്കാൻ മനസ്സില്ല. ആരെങ്കിലുമൊക്കെ ആരാധിക്കുന്നെങ്കിൽ അവരെ ഇങ്ങനെ നോക്കി മാർഗിടാനായിട്ടിരിക്കുന്ന ഒരുപാട് സീനിയറായ വിശ്വാസികളുണ്ട്, സീനിയറായ ദൈവദാസന്മാരുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ പറയുന്നു, ആരും ആരെയും ശ്രദ്ധിക്കേണ്ട കേട്ടോ. മഹത്വം വെളിപ്പെട്ടാൽ ദൈവ സാന്നിധ്യം നീ അനുഭവിച്ചാൽ, ഇടം വലം നോക്കാതെ, നിന്റെ സ്റ്റാറ്റസ് നോക്കാതെ, നിന്റെ സ്റ്റാൻഡേർഡ് നോക്കാതെ നീ കവിണ് വീഴണം. ഭക്തനായ ദാവീദ് പറയുന്നു, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ. അറിയാവുന്നവരെന്ന് പറഞ്ഞേ, കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. എങ്ങനെയെങ്കിലും ആരാധിക്കുമെന്നല്ല, തോന്നുമ്പോൾ ആരാധിക്കുമെന്നല്ല, മൂടുള്ളപ്പോൾ ആരാധിക്കുമെന്നല്ല. നോ, ഭക്തിയോടെ. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, ചുറ്റും അഹങ്കാരികളാ. 5-ാം സങ്കീർത്തനത്തിൻ്റെ ഞാനീ പറയുന്നു 7-ാം വാക്യം, 4-ാം വാക്യം മുതൽ പഠിച്ചോണം. അഹങ്കാരികൾ, നീതികേട് പ്രവർത്തിക്കുന്നവർ, ദുഷ്ടന്മാർ, പകയ്ക്കുന്നവർ, ദോഷം ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ഒരു വലിയ ശൃംഖലയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയുക, ഇതൊന്നും എന്നെ തളർത്തില്ല. ഞാനും എൻ്റെ ദൈവമായുള്ള ബന്ധത്തിന് ഇതൊന്നും ഒരു വിഘ്നമല്ല. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ചുറ്റും കണ്ണോടിക്കുമ്പോൾ അത്ര സുഖമുള്ള വാർത്തയല്ല നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു തിരുസഭയെ ചേർക്കാൻ മടങ്ങി വരുന്നതിന് മുമ്പ്, സ്തോത്രം, സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ്, സ്തോത്രം, സഭയാം കൂടാരത്തിൽ ചിലരെ കൂടെ നിന്നിലൂടെ കയറ്റാൻ, നിന്നെ ഈ തലമുറയിൽ ബഹുദൂരം ഓടിക്കാൻ ആത്മാവിന്റെ ഇന്ധനം നൽകി, അഭിഷേകം നൽകി, പരിശുദ്ധാത്മാവിന്റെ പുതപ്പ് നിന്റെ മേൽ നൽകി, നിന്നെ ഒന്ന് നിന്നെ വിശുദ്ധിയോടെ നിർത്താൻ, നിറവുള്ളവനായി, കൃപയുള്ളവനായി, അഭിഷേകമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കുക. അതുകൊണ്ട് ആലസ്യങ്ങൾ മാറ്റിവെച്ച്, എ ലേസി ക്രിസ്ത്യൻസ് ഹാർട്ട് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന്. അലസനായ ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയം സാത്താന്റെ പണിപ്പുരയാണ്. 2-ാം ദിവസമാണല്ലോ, പരിശുദ്ധാത്മാവിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചേ. സ്തോത്രം, കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരുമില്ല, കിന്നരം പോലും തൂക്കിയിട്ടിരിക്കുന്ന ഈ ആളുകളുടെ മുമ്പിൽ ഒരു മനുഷ്യനെ ദൈവാത്മാവ് എടുത്തു കുടഞ്ഞു. സ്തോത്രം, ഇന്ന് രാത്രി ആ യഹസ്കേൽ കവിണ്ണു വീണു. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തില്ല ദർശനം കാണാൻ തുടങ്ങി. 28-ാമത്തെ വാക്യം വരെ ഈ മനുഷ്യൻ കവിണ്ണു വീണു. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നമ്മുടെ പ്രാർത്ഥനയുടെ റെലവെല്ലാം ഒന്ന് മാറണം കേട്ടോ. നമ്മുടെ പ്രാർത്ഥനയുടെ തലവെല്ലാം ഒന്ന് മാറണം. നീ ആത്മാവിലൊന്ന് മുട്ടുകുത്തി കവണ്ണു വീണ് കുറേ നേരം നീ ദൈവാത്മാവിലൊന്ന് സംസാരിക്കുക, നീ കണ്ണു നിറഞ്ഞൊന്ന് ആരാധിക്കുക. ഉടരബലഗതരഗടഗതലഗസി, എത്ര നാളായി കണ്ണൊന്ന് ഈറനണിഞ്ഞിട്ട്, എത്ര നാളായി ദൈവശക്തി നിന്റെ ശരീരത്തിൽ അനുഭവിച്ചിട്ട്, എത്ര നാളായി നിന്റെ നാവിലൂടെ ഒരു ദൂത് പുറപ്പെട്ടിട്ട്. തൂക്കിയിട്ടിരിക്കുന്ന സകല കിന്നരങ്ങളും ഇന്ന് രാത്രി ഒന്ന് തുടച്ചു വൃത്തിയാക്കി പുറത്തെടുക്കണം. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? കിന്നരങ്ങളെ പുറത്തെടുക്കണം. കവിണ്ണു വീണ യഹസ്കേലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുക, നിവർന്നു നിൽക്കുക. ഒരു കാര്യം ഉറപ്പാ, കവിണ്ണു വീഴാൻ സ്വയമേ ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ നിവർത്തുന്നൊരു കരമുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹുഡമന റമാന ഹസിഹ. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ കർത്തൃദാസനെ ഒന്ന് വായിക്കാൻ കഴിയുമോ? വേഗത്തിനൊന്ന് വായിച്ചു തരാമോ? ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി. നിവർന്നു നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് നിവർന്നു നിൽക്കുമാർ ആക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചിരിക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മക്കളോ
ധാർഷ്ട്യവും ദുശാഠ്യവും ഉള്ളവരത്രേ, അവരുടെ അടുക്കലാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. കണ്ടോ, കവിണ് വീണവനെ ദൈവം പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിനക്കൊരു നിയോഗം തരാൻ പോകുകയാണ്, യാത്രയൊരുക്കാൻ പോകുകയാണ്. നമ്മൾ ഇന്ന് യാത്ര എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല നല്ല വേദികളും പ്ലാറ്റ്ഫോമുകളും ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി കുഞ്ഞെ, നീ പ്രതീക്ഷിക്കാത്ത ചില റൂട്ടിലൂടെ, ചില വഴിത്തിരിവിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്. വർഷങ്ങളായി പിതാക്കന്മാരുടെ കാലം മുതൽ സർവജ്ഞനായ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന പിറുപിറുക്കുന്ന മത്സരികളായ ഒരു കൂട്ടം ജനത്തിന്റെ നടുവിൽ യെഹെസ്കേലേ, ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ, ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ. ഞാൻ നിന്നെ അയക്കാൻ പോകുകയാ. എന്താ പ്രത്യേകത? ഈ ജനം വചനം കേൾക്കത്തില്ല, ഇവരനുസരിക്കില്ല. ആമേൻ, സ്തോത്രം. മുള്ളും പറക്കാരെയും ആമേൻ അതിൻ്റെ അരികെ ഉണ്ടായിരുന്നാലും നീ അവരുടെ നോട്ടം കണ്ട് പേടിക്കരുത്, അവരുടെ വാക്ക് കേട്ട് നീ പേടിക്കരുത്. ഞാനാണ് ആ ജനത്തിൻ്റെ നടുവിൽ നിന്നെ അയക്കുന്നത്. ഇന്ന് രാത്രി ആത്മനിറവുള്ള കൃപ ലഭിച്ച അഭിഷക്ത ഗണത്തോട്, ദൈവസഭയോട്, ആത്മനിയോഗത്തോട് ഞാൻ ദൂത് പറയുന്നു. ആമേ, വരുന്ന ദിവസങ്ങളിൽ ദൈവം നിന്നെ വിശേഷാൽ നിയോഗിച്ചയക്കാൻ പോകുകയാണ്. വചനത്തെ ഉൾക്കൊള്ളാത്ത, അനുസരണക്കേടിന്റെ ആത്മാവുള്ള, മത്സരത്തിന്റെ മനോഭാവമുള്ള ഒരു കൂട്ടം ജനത്തിന്റെ നടുവിൽ ദൈവം നിന്നെ നിർത്താൻ പോകുക. നീ അവരുടെ വാക്ക് കേട്ട് പേടിക്കരുത്. ഞാനല്ലയോ നിന്നെ അയക്കുന്നേ. മുള്ളും പറക്കാരെയും. എന്താ മുള്ള്? കുത്തുന്നതാ, നോവിക്കുന്നതാ. വേദപുസ്തകത്തിൽ പല മുള്ളു ഞാൻ കണ്ടിട്ടുണ്ട്. 12ഓളം മുള്ളു ഞാൻ എൻ്റെ പഠനത്തിൽ കണ്ടു. 2 കാര്യം പറഞ്ഞു വിട്ടേക്കാം, സമയം പോരാ. യെശയ്യാപ്രവചനം 10-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെയാ, വായിക്കണ്ട. ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും. എന്താണ് ഇവിടെ പറയുന്ന മുള്ള്? ആമേൻ, അശ്ശൂർ രാജാവിൻ്റെ അഹങ്കാരത്തിൻ്റെ മുള്ള. യെശയ്യാപ്രവചനം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അശ്ശൂർ രാജാവിൻ്റെ അഹങ്കാരത്തിൻ്റെ ഉന്നത പാപത്തിൻ്റെ മഹിമയെ ഞാൻ സന്ദർശിക്കും. എന്താ കാരണം? ആമേൻ, സ്തോത്രം. ഇസ്രായേൽ ജനത്തെ, യഹൂദ ജനത്തെ നയിക്കാൻ ദൈവം കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും എഴുന്നേൽപ്പിച്ചിരുന്നു. പക്ഷെ ഈ ജനം ദൈവമാക്കി വെച്ച നേതൃത്വത്തെ അനുസരിച്ചില്ല. ഒടുവിൽ ഈ ജനത്തെ സത്യത്തിലൊന്ന് മര്യാദ പഠിപ്പിക്കാൻ ദൈവം ഓരോ കാലഘട്ടങ്ങളിലും ശത്രുവിൻ്റെ കയ്യിൽ ഇവരെ ഏൽപ്പിച്ചു. ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു, അശ്ശൂരിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആമേൻ, അങ്ങനെ ഓരോ ശത്രു സൈന്യത്തിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു. അങ്ങനെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഒന്ന് ഒതുക്കി മെരുക്കിയൊക്കെ ഒന്ന് തിരികെ കൊടുക്കാനാണ്. പക്ഷേ ഈ കിട്ടിയ അവസരം ശത്രു ഇവരെ മെതിക്കാൻ തുടങ്ങി. ഇവരെ ഇല്ലായ്മ ചെയ്യാൻ കുൽസിത ശ്രമം നടത്തിയപ്പോൾ ദൈവം ഇടപെടുക. ഒരു ആമേൻ പറ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വീട്ടിൽ ഒരുപക്ഷെ പേരൻസ് എത്ര പറഞ്ഞാലും കണ്ണുരുട്ടിയാലും വടിയെടുത്ത് അടിക്കാൻ നോക്കിയാലും അനുസരിക്കാത്ത പിള്ളേരും. ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര ഹൈപ്പറാണ്, അനുസരിക്കത്തില്ല. അപ്പോൾ ഇവനോട് പറയും, അല്ലെങ്കിൽ ഈ കുഞ്ഞിനോട് പറയും, നാളെ ടീച്ചറിനെ ഒന്ന് കാണുന്നുണ്ട്, നിന്നെ നന്നാക്കാൻ അവരോട് പറയും. പേരൻസ് എന്ന് പറയാനിരിക്കുന്നു. ഇവർ ശരിക്ക് ഈ കൊച്ചനെ എടുത്ത് ഡെയിലി എടുത്തിട്ട് അങ്ങ് അടിക്കുകയാണെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും മട്ടും പ്ലാനും ഒക്കെ മാറും. കേൾക്കുന്നുണ്ടോ? ഇത് തന്നെ എവിടെ വിഷയം. അനുസരിക്കാനും ഒന്ന് ഒരുങ്ങി വരാനും ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്തതാണ്. പക്ഷേ അശ്ശൂർ ഇവരെ ഇട്ടങ്ങ് ചവിട്ടി മെതിച്ച് ഒതുക്കി കളയാൻ നോക്കിയപ്പം ദൈവം കയറി ഇടപെട്ടു. ഇന്ന് രാത്രി ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ ഞാൻ പറയുന്നു, ആമേൻ, ചിലതിനെ മെരുക്കിയെടുക്കാൻ, ഒരുക്കിയെടുക്കാൻ ചില ശോധനയൊക്കെ ദൈവം അനുവദിച്ചതാണെങ്കിലും അത് മുതലെടുത്ത് ചിലതിനെ ഇല്ലായ്മ ചെയ്യാൻ പിശാച് ചില കുടുംബങ്ങളെ നൃത്തം ചെയ്യുകയാണ്. ഇന്ന് രാത്രി അങ്ങനെയുള്ള ചില മേഖലകളിൽ, ചില കുടുംബാന്തരീക്ഷത്തിൽ, ചില തലമുറകളിൽ ഇന്ന് രാത്രി എൻ്റെ ദൈവം ഇടപെടാൻ പോകുകയാ. എൻ്റെ ദൈവം കാലുവെക്കാൻ പോകുകയാ. എൻ്റെ ദൈവം ചില മേഖലകളിൽ അവിടുത്തെ കൈവെക്കാൻ പോകുകയാ. ഓ, വിശ്വസിക്കുന്നവർ കരം തട്ടി ആത്മാവിൽ ഇന്ന് രാത്രി ശക്തിയോടെ
അശ്ശൂർ രാജാവേ, നിന്റെ അഹങ്കാരത്തിന്റെ മുള്ള് ഞാൻ ഓടിക്കാൻ പോകുകയാ. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയ, അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി കത്തി. ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാനും ദഹിക്കും. അങ്ങനെയെങ്കിൽ പഴയ നിയമ ജനത്തിന് വേണ്ടി ദൈവം ഒരു ദിവസം മാറ്റിവെച്ചെങ്കിൽ, ഇന്ന് രാത്രി യേശു കർത്താവ് തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ പുതിയ നിയമ സഭയോട് ഇന്ന് രാത്രി ദൈവാത്മാവിന് പറയാനുണ്ട്, വർഷങ്ങളായി നിന്നെ ചവിട്ടി ഒതുക്കി മെതിച്ച് നിന്നെ ഇല്ലായ്മ ചെയ്യാൻ, നാശം കാണാൻ, നിനക്ക് കേടുവരുന്നത് കാണാൻ നോക്കി നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തെ ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന വചനത്തിന്റെ ശക്തിയാൽ, അഭിഷേകത്തിന്റെ തീക്കകത്ത്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനകത്ത് ഇന്ന് രാത്രി ചിലത് ദഹിച്ചു മാറാൻ പോകുകയോ. ഓ രാമ 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 സന്ദരാധരാധര, ചിലത് ദഹിച്ചു മാറാൻ പോകുകയാണ്, ദഹിച്ചു മാറാൻ പോകുക. ഉറപ്പുള്ളവർ ആത്മാവിൽ നാവ് തുറന്ന് അതരം തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീക്കകത്ത്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനകത്ത് ചിലത് ദഹിച്ചു മാറാൻ പോകുകയോ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് അഭിഷേകത്തോടെ ഇന്ന് രാത്രി വചനത്തോട് പ്രതികരിക്കുന്ന രാത്രിയായി മാറട്ടെ. വർഷങ്ങളായി നിന്റെ കുടുംബം തല ഉയരാൻ കഴിയാതെ, നിന്റെ അഭിഷേകം തെളിയപ്പെടാൻ കഴിയാതെ, നിന്റെ ഗ്രഹാന്തരീക്ഷത്തെ കെടുത്തുന്ന, ഐക്യതയെ കെടുത്തുന്ന, ദൈവ സാന്നിധ്യത്തെ കെടുത്തിക്കളയുന്ന, സമാധാനത്തെ കെടുത്തിക്കളഞ്ഞ ആ പൈശാചിക മണ്ഡലത്തെ, ആ പൈശാചികമായ മുള്ളിനെ ഇന്ന് രാത്രി എൻ്റെ ദൈവം അവിടുത്തെ സാന്നിധ്യത്തിൽ ഈ രാത്രി ബ്രേക്ക് ചെയ്യുന്നു. എന്നോടാണ് ആത്മാവ് ഇടപെടുന്നെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ അടങ്ങിയിരിക്കാതെ രാത്രി ശക്തിയോടെ ഹല്ലേലൂയ. അശ്ശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ മുള്ള്. രണ്ടാമത്തെ പുള്ള് വേഗത്തിൽ ഓർപ്പിച്ചു വിടാം. യെഹെസ്കേലിന്റെ പുസ്തകം തന്നെ 28-ാം അധ്യായം 24-ാം വാക്യമാണ്. ഇസ്രായേൽ ഗൃഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് കുത്തുന്ന പറക്കാരിയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകുകയില്ല. കണ്ടോ, ഏതാണ് ഇവിടെ പറയുന്ന മുള്ള്? ആഭിചാരം ചെയ്ത് ജനത്തെ തകർത്ത് അഭിഷക്തന്മാരുടെ തലക്കെണ്ണം പറഞ്ഞ സീദോന്യ ശക്തിയായ അതിൻ്റെ പ്രതീകമായ ഇസബേലിൻ്റെ ആഭിചാരത്തിൻ്റെ പൈശാചിക ശക്തിയുടെ ആ മുള്ളിനെ എൻ്റെ ദൈവം കത്തിച്ചെങ്കിൽ ഇന്ന് രാത്രി ആമേൻ, നീ ഇവിടെ ഇരുന്ന് ആത്മാവിൽ ആമേൻ പറയുമ്പോൾ നിന്റെ മണ്ണിനകത്ത് ദഹിച്ചു മാറേണ്ട ചിലത്, നിന്റെ കുടുംബത്തിനകത്ത് ദഹിച്ചു മാറേണ്ട ചില ദുർവ്യാപാര ശക്തി ഈ രാത്രി ദഹിച്ചു മാറുകയാണ്. ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് യാഗം കഴിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങി മണ്ണ് ദഹിച്ച് കളഞ്ഞു. മണ്ണ് ദഹിപ്പിച്ചു. ഒരാമേൻ പറഞ്ഞു, പച്ച മണ്ണ് ഉയരത്തിലെ തീ ഇറങ്ങിയപ്പോൾ പച്ച മണ്ണ് എന്ത് ചെയ്തു കുഞ്ഞെ? ഒരാമേൻ പറ. ഇന്ന് രാത്രി ഞാനൊരു പ്രവാചക നിയോഗത്തോടെ ദൂത് പറയുന്നു. ആമേൻ. മണ്ണിനകത്ത് പൈശാചിക ശക്തി കുടിയിരിക്കുന്നതിന്മേൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തീ ഇറങ്ങി ചിലത് ദഹിക്കുന്നത് ഞാൻ ആത്മകണ്ണിൽ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി ദൂത് കൈമാറുകയാണ്. നിന്റെ മണ്ണിനകത്ത് വാഴാൻ കഴിയാതെ, നിന്റെ കുടുംബത്തിനകത്ത് വാഴാൻ കഴിയാതെ, നിന്റെ തലമുറ വാഴില്ലെന്ന് വാദിക്കുന്ന, നിന്റെ കുടുംബ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ആ പൈശാചിക ശക്തി, ശക്തിയോടെ ശക്തിയോടെ കൈകളെ തട്ടി വാ തുറന്ന് ഇന്ന് രാത്രി വിട്ടുകൊടുത്ത് ആരാധിച്ച്, ശരീരത്തെ വിട്ടുകൊടുത്ത് ആരാധിക്ക്. ഈ രാത്രി മണ്ണ് ദഹിക്കട്ടെ. ഉയരത്തിലെ തീ ഇറങ്ങി ദഹിച്ചു മാറേണ്ട ചിലത് ദഹിച്ചു മാറട്ടെ.
റീബ രാജ സന്ദ രാധ വൈശാമാന റൂഡ രാമ. വർഷങ്ങളായി അഴിയാത്ത ചില കുരുക്ക്, അഴിയാത്ത ചില ആഭിചാര ശക്തി, അഴിയാത്ത ചില മന്ത്രവാദ ശക്തി, ഓതിവിട്ട ചില ശക്തികൾ, പേര് പറഞ്ഞ് വയസ്സ് പറഞ്ഞ് ജാതകം നോക്കി എഴുതുവിട്ട ആഭിചാര മന്ത്രവാദ ശക്തി ഇന്ന് രാത്രി ഞാനിവിടെ വചനം പറയുമ്പോ, ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോ ചിലത് ദഹിച്ചു മാറുന്നു. ഓ ഇന്ന് രാത്രി അന്തരീക്ഷം പരിശുദ്ധാത്മ ഏറ്റെടുക്കുക. ഈ അന്തരീക്ഷം ദൈവാത്മ ഏറ്റെടുക്കുക. ഈ അന്തരീക്ഷം ദൈവാത്മ ഏറ്റെടുക്കുക. ദൈവാത്മ അന്തരീക്ഷം ഏറ്റെടുക്കുക. ഈ രാത്രി ദഹിച്ചു മാറുകയാ ചിലത്. ഓ രാബ രാജ സൈബ രാധ റീബ രാജ ലഹുഡ ഭാര അത്തരധാരേ ധീരചാരേ അന്തലജാലേ വൈശ്യപ്രൗഢേ. യെസ് യെസ്, ആത്മാവിന്റെ തീക്കകത്ത് ചിലത് കത്തി ഈ രാത്രി ചാമ്പലായി മാറട്ടെ, ചാമ്പലായി മാറട്ടെ. ചില ദുർവ്യാപാര ശക്തികൾ ചാമ്പലായി മാറട്ടെ. നിന്നെ വാഴിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന ശക്തികൾ ഇന്ന് രാത്രി ആത്മാവിന്റെ തീക്കകത്ത് ചാമ്പലാകുക. ഊടാബാര സത്താരാബാല ഊടാബാര അമ്പര വെച്ചല ഹപ്തരധാര വൈദി കട്ട മെനകധാര അസ്തുര മന്ദല മൗടി കട്ട മീനധാര ദൂരചാര. ഓ സേ ലേ മാന ശൈദ രാധ റൂഡ മാന റൂഡ മാന. ഓ റഖബല ബല ബലൂഡ മാന അത്തരേ ബലൂഡ മാന വശബല റൂഡ മാന ഹംദരാ. ഈ രാത്രി ദൈവത്തിന്റെ തീക്കകത്ത് ചിലത് ദഹിച്ചു മാറുകയാ. ഉയരത്തിലെ തീക്കകത്ത് ചിലത് ദഹിച്ചു മാറുകയാ. ഹോ 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 ദൂര ബാല 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 ദൂര ബാല 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 തീ തീ ദൂര ബാല 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 ദൂര ബാല 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 ദൂര ബാല ദഹിച്ചു മാറുന്നു ചിലത്. ഓ ലാഭ 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 ലാഭ. ഈ രണ്ടാം രാത്രി തന്നെ അസാധാരണമായ ഒരാത്മതലം ഇതിനകത്ത് ചലിക്കുക. ഓ റബ 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 ദൂര ബാല 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 ടിയ സല ബാബ ബാ റൂഡ റബ റബ ശതര ദര 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 ദുര ബന ദര 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 ദുര ബല ദര 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 ദര. ഓ റബ ബാബ ലബ 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 അത്തര ദര 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 ദര. ഏറ്റെടുക്കട്ടെ പുത്തൻ അഭിഷേകം ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ശരീരത്തെ കൈമാറുകയാണ്. പുതിയ നിയോഗം ദൈവാത്മ കൈമാറുക. അത്യന്ത ശക്തി, അത്യന്ത ശക്തി. ഓ രാബ ബാബ ഹത്തര ബാല ബാല ബസ് അത്തരേ ദരേ ദരേ ദരാ 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 ഉടമന റമാന ഹസിയ. ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികൾ വാഴാതിരിക്കാൻ നിനക്കെതിരെ പ്രയോഗിച്ച ആ ശത്രുവിന്റെ അസ്ത്രങ്ങൾ ഇന്ന് രാത്രി ദഹിച്ചു മാറുകയാണ്. മുള്ളും പറക്കാരി മെഗസ്കേലേ, ഈ മത്സരികളായ ജനത്തിന്റെ അരികെ ഉണ്ടെങ്കിലും നീ അവരുടെ വാക്ക് കണ്ട് പേടിക്കേണ്ട, നോട്ടം കേട്ട് പേടിക്കേണ്ട. എന്റെ കരം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി അഭിഷക്തന്മാരോട്, ദൈവസഭയോട് ഞാൻ നിയോഗത്തോടെ പറയുന്നു,
നിന്റെ മനസ്സിന്റെ താളം തെറ്റിക്കാൻ, നിന്നെ മുരടിപ്പിക്കാൻ, ക്ഷീണിപ്പിക്കാൻ, ബലഹീനപ്പെടുത്താൻ, നിന്റെ ധൈര്യം ചോർത്തിക്കളയാൻ പിശാച് പല രൂപത്തിലും പാപത്തിലും പല നോട്ടങ്ങളും വെല്ലുവിളികളും ആഭിചാരങ്ങളുമായി എതിരെ വരുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നോട് കൂടെയുള്ളവൻ അവനോട് കൂടെയുള്ളവനേക്കാൾ വലിയൊരു ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ശത്രുവിനെ ദഹിപ്പിക്കുന്ന അഭിഷേകമാ. ഓ റഖാലമസയാലമാഷ്യ. നിവർന്ന് നിർത്തിയ യഹസ്കേലിനെ ദൈവം അയച്ചത് മത്സരികളുടെ നടുവിൽ. സാഹചര്യം ഒട്ടും അനുകൂലമല്ല. അവിടുത്തെ അന്തരീക്ഷം പോലും തനിക്ക് അനുകൂലമല്ല. മുള്ളും പറക്കാര വളർന്നു വരുന്ന സസ്യത്തിന് വളരാൻ കഴിയാതെ ഞെരുക്കുന്ന ഒരു പ്രത്യേക ഇനം ചെടിയ. അപ്പം കുത്തുന്ന, നോവിക്കുന്ന മുള്ള്, ഞെരുക്കുന്ന പറക്കാര ദിവസങ്ങളിൽ നിന്നെ വല്ലാതെ ഞെരുക്കുക, മാനസികമായി നിന്നെ ഞെരുക്കുന്ന, ശാരീരികമായി പിടിച്ചു ഞെരുക്കുന്ന, നിന്റെ സാമ്പത്തിക മേഖലയെ പോലും കടന്നാക്രമണം നടത്തി നിന്റെ തല കുനിഞ്ഞു പോകത്തക്ക നിലയിൽ നിനക്കെതിരെ ഞെരുക്കം വിളിച്ചു വരുത്തുന്നു ആ പൈശാചിക മണ്ഡലത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനകത്ത് ആത്മാവിൽ ബ്രേക്ക് ചെയ്യണം. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആമേൻ പറ. ഒരു ബ്രേക്ക് ത്രൂ ദൈവം കൈമാറാൻ പോകുകയാ. യെസ്, ഞെരുക്കം, നോട്ടം, പാപം എതിര് നിൽക്കുക. അടമൻ്റായി നിൽക്കുന്ന ഒരു കൂട്ടം ജനം. പക്ഷെ ഇതിൻ്റെ നടുവിൽ ഒറ്റ കാര്യം മാത്രമേ യഹസ്കേലിന് അനുകൂലമായിട്ടുള്ളൂ, ദൈവത്തിൻ്റെ കൈ. ഇന്ന് രാത്രി ഇതും മതി കേട്ടോ. എല്ലാം പ്രതികൂലമാണെങ്കിലും കർത്താവിൻ്റെ ദാസൻ ഇവിടെ മുമ്പ് ആത്മനിയോഗത്തോടെ പാടിയ പാട്ട്, എന്തെല്ലാം വന്നാലും അല്ലേ, എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും വെല്ലുവിളികൾ വന്നാലും ഞാൻ നിന്നെ കൈവിടില്ലെന്ന് പരമാർത്ഥമായി ഒരുവൻ നമ്മോട് അരുളിയിട്ടു. ലാസ്റ്റ് ആ പാട്ടൊന്നുകൂടെ പാടാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്തോത്രം. ഒരുവൻ്റെ കൈ ഒരിക്കലും നമ്മെ വിട്ടു പോവില്ല. ഇവരും നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയവരൊക്കെ ഒരു കാര്യമില്ലാതെ നമ്മിൽ നകന്നുപോയി. പലരും നമ്മെ കൈയൊഴിഞ്ഞു. നമ്മൾ പലരെയും കരുതിയതും സ്നേഹിച്ചതും അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നും അവരെ കരം പിടിച്ച് ഉയർത്തിയതും മാത്രമേ നമുക്കറിവുള്ളൂ. നമ്മൾ ഒരു ദോഷവും ചെയ്തിട്ടില്ല. നീ ഒരു ദോഷവും ചെയ്തില്ലെങ്കിൽ ചിലർ നിന്നിൽ നിന്ന് അകന്ന് മാറിയതിൻ്റെ പിൻപിലും ചോദ്യം ചെയ്യണ്ട, ദൈവത്തിൻ്റെ മഹത്വം കാണാൻ. നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തു കൊള്ളാൻ തുടങ്ങിക്കൊള്ളുക, ധൈര്യത്തോടെ ചെപ്പ് വെച്ചുകൊള്ളുക. ഞങ്ങൾ എല്ലാ മാസവും ഒരു സപ്പോർട്ട് തരാമെന്ന് പറയുന്നവരുടെ കരുവും ഒരു പക്ഷെ പിൻവലിഞ്ഞെന്ന് വരാ. എന്നാൽ ഏലിയാവിനെ പോറ്റിയ ഒരു ദൈവമുണ്ട്. ഓ ഹന്നായെ കരുതിയ ഒരു ദൈവമുണ്ട്. ഓ ശിഷ്യന്മാരെ കരുതിയ ഒരു കർത്താവ് ഇവിടെ ഉണ്ട്. എന്തിനാ ദൈവത്തിന്റെ കൈ വെളിപ്പെട്ട്? 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 9-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചു തരാൻ പറ്റുമോ? വളരെ പെട്ടെന്നൊന്ന് വായിച്ചു തരാമോ? 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യമാണ് വായിക്കേണ്ടതെങ്കിലും 9-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ മതി. റൈറ്റ്. ഉണ്ടോ? 2-ാമത് ദൈവത്തിൻ്റെ കൈ യഹസ്കേലിൻ്റെ മേൽ പ്രവാസത്തിൽ വെളിപ്പെട്ടത് പുസ്തക ചുരുൾ കൊടുക്കാനാ.
ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ഏക പുസ്തകം തേനിലും തേങ്കട്ടയിലും മാധുര്യമുള്ള ദൈവത്തിൻ്റെ വചനമാണ്. 119 സങ്കീർത്തനം 103 വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. തിരുവചനം എൻ്റെ എണ്ണാക്കിനെത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലതൊരാമയും പറയാമോ? ഓ റിമനബനക തേനിലും നല്ല വചന. 147 സങ്കീർത്തനം 15 വാക്യം, അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചന അതിവേഗം ഓടുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാ, ഞാൻ ഈ വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റെടുത്ത ആത്മാവിൽ വിശ്വാസമായി അത് പരിണമിച്ച ആത്മാവിൽ ആമേൻ പറയുമ്പോൾ, ഓസ്ട്രേലിയയിലാണോ ആ വചനം വെളിപ്പെടേണ്ടത്, അവിടെ വെളിപ്പെടും. ഐസു റൂമിലാണോ വെളിപ്പെടേണ്ടത്, അവിടെ വചനം വെളിപ്പെടും. ഓ റിബാന ഹത്തര, ഓടുന്ന ട്രെയിനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, അവിടെ ആ വചനം വെളിപ്പെടും. രാമേൻ പറഞ്ഞാട്ടെ, 30,000 അടി ഉയരത്തിൽ പറക്കുന്ന ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, അവിടേക്ക് ഈ വചനം വെളിപ്പെടും. ഓ റിബാനബനഹസിയ, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചന അതിവേഗമോടും. എബ്രായർ 4:12 ഞങ്ങൾ പ്രസംഗിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള വാക്യമാ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. ജീവൻ വരുത്തും, ചൈതന്യം നഷ്ടപ്പെട്ടവരുടെ മേൽ ചൈതന്യം വരുത്തും. ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയത്. അറിയാവുന്നവർ പറഞ്ഞ്, പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപ്പെടുത്തും വരെ തുളച്ചു ചെല്ലുന്ന വചനമാണ്. രാമേൻ പറ. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും, ക്രിയ ചെയ്യാൻ കഴിയും, തുളച്ചു ചെല്ലാൻ കഴിയും. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്ന ചില രോഗശക്തികളെ ഇന്ന് രാത്രി വചനം അയച്ച് വചനം തുളച്ചു കയറി സ്വർഗം എടുത്തു മാറ്റുകയാണ്. എവിടെയാണോ ഈ വചന ക്രിയ ചെയ്യേണ്ടത്, അവിടേക്ക് ഈ വചനം ഇന്ന് രാത്രി പാഞ്ഞോടുകയാണ്. വെളിപ്പാട് 3:7, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളുവെങ്കിലും നീ എൻ്റെ വചനം കാത്തു. എൻ്റെ നാമം, വചനത്തെ ഉയർത്തിയാൽ വചനം വാതിൽ തുറന്നിരിക്കുക. ഒരാമയും പറഞ്ഞു, ഈ 2ാം രാത്രി വാതിൽ തുറക്കുമെന്നല്ല, വാതിൽ ദൈവം തുറന്നിരിക്കുക. സുവിശേഷത്തിൻ്റെ വാതിൽ ദൈവം തുറക്കുകയാണ്. നിനക്ക് വേണ്ടി ചില പ്ലാറ്റ്ഫോമുകൾ ദൈവം ഒരുക്കുകയാണ്, ചില യാത്രകൾ ദൈവം തുറന്നു വരികയാണ്. ഉടരവല ചില വചനത്തിൻ്റെ വാതിൽ ദൈവം തുറക്കുകയാണ്. ഇന്ന് രാത്രി രോഗശാന്തിയുടെ വാതിൽ ദൈവം തുറക്കുകയാണ്. ചില കൃപാവരങ്ങളുടെ വാതിൽ ദൈവം തുറക്കുകയാണ്. റീബാനാബ, ഇതുവരെ തുറക്കാത്ത ചിലത്, ഇതുവരെ അടഞ്ഞുപോയ ചിലത്, പിശാച് മണ്ണിട്ട് മൂടിയ ചിലത്. ഉടരവലകസിയ, അപ്പന്റെ കാലത്ത് കുടിച്ച കിണർ ഫെലിസ ശക്തി ഇസഹാക്കിന്റെ കാലത്ത് മണ്ണിട്ട് മൂടി. പക്ഷേ ഇന്ന് രാത്രി വചനം ചൊല്ലി പ്രാർത്ഥിക്ക, പുതിയ ചില കിണറുകൾ പൊങ്ങി വരും. യശയ്യാപ്രവചനം 55-ാം അധ്യായം 10-ാം വാക്യം വായിക്കണ്ട, ഞാനങ്ങ് പറഞ്ഞേക്കാം, സമയമില്ലല്ലോ. മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും, അറിയാവുന്നവർ പറഞ്ഞാൽ മതി, അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ, ചേർന്ന് പറ, കരമുയർത്തി പറ, സ്വർഗം പറയുക, എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും, ചേർന്ന് വിശ്വാസത്തോടെ പറ, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുന്ന രാത്രി കുഞ്ഞേ. അമീൻ. ഈ വചനത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് തേനിലും തേങ്കട്ടയിലും മാധുര്യമുള്ള വചനമാണ്. ഇത് വാതിൽ തുറക്കുന്ന വചനമാണ്. ഈ വചനത്തിന് ജീവനുണ്ട്, ഈ വചനത്തിന് ചൈതന്യമുണ്ട്. ഇത് മൂർച്ചയുള്ള വചനമാണ്, ഇത് ഉളവാക്കുന്ന വചനമാണ്, ഇത് ഉരുവാക്കുന്ന വചനമാണ്. ഓ റിബാനബനബ സന്ദര ദരഘടകസിയ, ഈ വചനമാണ് യെഹെസ്കേലിന് ഭക്ഷിക്കാൻ കൊടുത്തത്. കുഞ്ഞുങ്ങളെ, സ്നേഹത്തോടെ ഞാൻ പറയുന്നു, എയും ഗൂഗിളും മറ്റു പല ആപ്പുകളും ഇന്ന് നിലവിലുണ്ട്. ഗൂഗിളിനോടൊക്കെ ചോദിച്ചാൽ കറക്റ്റ് കാര്യം പറയും, പക്ഷെ ഇതെല്ലാം എററാവും ഇടയ്ക്ക് കേട്ടോ. കണക്ഷൻ വിട്ടുപോകും മക്കളെ, കുഞ്ഞുങ്ങളെ. പക്ഷേ നീ ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തിപ്പിടിച്ച് ഒരിക്കലും എററാകാത്തൊരു കണക്ഷനുണ്ട്.
അത് ഉയരത്തിൽ നിന്നുള്ള കണക്ഷനാ. എപ്പോഴും അതിന് റേഞ്ച് ഉണ്ട്. സ്വതന്ത്രം പറ. ഇവിടെ മനുഷ്യൻ ടെക്നോളജി പലതും കണ്ടുപിടിച്ച് അതൊക്കെ നല്ലതാണെങ്കിലും അതിനെല്ലാം ഇടയ്ക്കിടയ്ക്ക് തടസ്സം വരാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കുഞ്ഞേ, അമ്മ ഞാൻ പകൽ ഓർപ്പിച്ചതുപോലെ ആമേൻ സ്തോത്രം സ്തോത്രം, കോടാനുകോടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച ആമേൻ സ്തോത്രം, വിവിധ ഗാലക്സികളെ ഉളവാക്കിയ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 14,88,00,000 കിലോമീറ്റർ ആണെങ്കിൽ ഒരു പ്രാവശ്യ ഹൃദയം സ്പന്ദിക്കുന്നത് ആമേൻ സ്തോത്രം സ്വത്രം സ്പന്ദിക്കണമെങ്കിൽ 2.5 ഔൺസ് രക്തക്കുള്ളിലേക്ക് പമ്പ് ചെയ്യണമെങ്കിൽ ഇതിനെയെല്ലാം സൃഷ്ടിച്ച, ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു നീന്തിരുതാൻ ദൈവം ഉയരത്തിലുണ്ട്. ആ ഉയരത്തിലുള്ളവനുമായിട്ട് ഇന്ന് രാത്രി നീ ഒന്ന് കണക്ട് ആകണം. നമ്മൾ അയച്ചു കൊടുക്കുന്ന ഗൂഗിൾ മാപ്പ് മിക്കവാറും ഒക്കെ തെറ്റിക്കും. പക്ഷെ ഞാനിന്ന് കറക്റ്റ് ഇവിടെ വന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇടയ്ക്ക് കട്ടാവും, തെറ്റിക്കും. പക്ഷെ തെറ്റ് പറ്റാത്ത ഒരു ഉത്ഭവ കേന്ദ്രം ഉണ്ടെങ്കിൽ സ്തോത്രം പറ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന തലമുറയെ, ഈ തലമുറയെ ദൈവം കരങ്ങളെടുക്കാൻ പോവാ. ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ റെഡിയാണെന്ന് സമർപ്പിക്കുന്നവർ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞുകൂടാ. വിക്കനും തടിച്ച നാവുമുള്ള മോശയെ ഉപയോഗിച്ചെങ്കിൽ, ലോകം ഇതുവരെ കാണാത്ത ഒരു ലീഡറായി മോശയെ മാറ്റിയെങ്കിൽ, എടുത്തിയാട്ടക്കാരായ പത്രോസിനെയാണ് അസാധാരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതെങ്കിൽ, ലോകം എഴുതി തള്ളിയ, ലോകം വില കുറച്ച് കണ്ട അനേകരെ എൻ്റെ ദൈവം അസാധാരണമായി ശുശ്രൂഷയ്ക്കായി കുഞ്ഞെ അവൻ ഉപയോഗിച്ചെങ്കിൽ, ഇന്ന് രാത്രി ആത്മാവിന് കീഴടങ്ങുന്ന, വിധേയപ്പെടുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കുഞ്ഞേ ദൈവത്തിന് ഉപയോഗിക്കും. സ്തോത്രം. കേൾക്കുന്നുണ്ടോ? ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ഏക പുസ്തകം ഏതാ? ദൈവത്തിൻ്റെ വചനം. ഫേസ്ബുക്കും വാട്സാപ്പിലും എല്ലാം കയറി വെറുതെ സമയം കളഞ്ഞ് നിന്റെ ലൈഫ് വെറുതെ പാഴാക്കരുത്. ഞാൻ മടങ്ങി വരുന്നു. യെഹെസ്കേലിന്റെ മേൽ ദൈവത്തിൻ്റെ കൈ വെളിപ്പെട്ടത് പുസ്തക ചുരുൾ കൊടുക്കുക. ഇങ്ങനെ ഇന്ന് രാത്രി നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ അടുത്തൊരു കരം വന്നു നിൽപ്പുണ്ട്. നിന്നെ തലോടുന്നൊരു കരമുണ്ട്. ഇന്ന് രാത്രി വെറുതെ തലോടുകയല്ല, ഇതുവരെ നീ തിന്നാത്ത, ഇതുവരെ ഭക്ഷിക്കാത്ത ചിലത് തിന്നാൻ, ഭക്ഷിക്കാൻ, ഇതുവരെ നീ കാണാത്ത ചിലത് ആത്മാവിൽ കാണാൻ ഇന്ന് രാത്രി ആ കരം നിന്റെ മേൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. മൂന്നാമത് ദൈവത്തിൻ്റെ കൈ വെളിപ്പെട്ടു. 3-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങൾ കർത്തൃദാസനെ ഒന്ന് വായിക്കാമോ? 3:14. ആത്മാവിനെ എടുത്തുകൊണ്ടുപോയി വേഗത്തിൽ. കണ്ടോ? മതി. പുസ്തക ചുരുൾ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് വായിക്കണം, തിന്നണം. ഇങ്ങനെ മനസ്സിൻ്റെ വ്യസനത്തോടും ഉഷ്ണത്തോടും കൂടെ ഒരു മനുഷ്യൻ ഈ ബാബിലോണിയ പ്രവാസത്തിൽ അകപ്പെട്ട ജനത്തിൻ്റെ ഇരിപ്പും ഭാവവും കണ്ട മനസ്സ് മടുത്ത് വ്യസനിച്ച് ഒരു വല്ലാത്ത മാനസിക നിലയിലെത്തിയപ്പോൾ, കേൾക്കുക, ദൈവത്തിൻ്റെ കൈ വന്നെന്നല്ല, എല്ലാവരും ശ്രദ്ധിച്ചോ ആ വാക്യം, ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇവിടെ മാത്രമാണ് ശക്തിയോടെ ദൈവത്തിൻ്റെ കൈ യെഹെസ്കേലിന്റെ മേൽ വന്നത്. അങ്ങനെ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാ, നമ്മുടെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതി അറിയുന്ന, അവസ്ഥയെ അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മോട് ഇടപെടുന്ന രീതിക്ക് തന്നെ വ്യത്യസ്തതയുണ്ട്. ഒരു നല്ല ആമേൻ പറ. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 18-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ, കോരിന്തിൽ അസാധാരണമായ ശുശ്രൂഷ പൗലോസ് ചെയ്തു.
അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതികൂലം ദേശത്ത് ഉയർന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ദർശനത്തിലൂടെ പൗലോസിനെ ഉറപ്പിക്കുകയാണ്, പൗലോസേ നീ ഭയപ്പെടേണ്ട, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. രാമേ പറഞ്ഞാട്ടെ, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഇന്ന് രാത്രി ഞാൻ പറയാ, ദർശനം നൽകിയാൽ മതിയെങ്കിൽ എൻ്റെ ദൈവം ദർശനം തരും. ഒരു ദർശനം തന്ന് നീ ഉറയ്ക്കുമെങ്കിൽ ദൈവം ദർശനം തരും. 23:11 ദർശനം പോരായിരുന്നു. ന്യായാധിപ സഭയുടെ മുമ്പിൽ വിസ്തരിക്കാൻ നിൽക്കുന്നതിൻ്റെ തലേ ദിവസം പൗലോസ് ഒറ്റയ്ക്ക് അവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് അവൻ്റെ അടുക്കൽ വന്നു. അവിടെ ദർശനം പോരാ, കർത്താവ് ഡയറക്റ്റ് വരണം. ഇന്ന് രാത്രി ചില വിഷയത്തിൽ കർത്താവ് ഇറങ്ങി വരിക. ദർശനം പോരാ, ദർശനം പോരാ. ഒരാമയും പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി നിങ്ങളോടാ ദൈവാത്മാവ് ഇടപെടുന്നത് എനിക്ക് നന്നായി അറിയാം. കർത്താവ് ഇന്ന് രാത്രി ചിലരോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഉടരവൻ ഇനി കർത്താവ് വൈകിയില്ല കേട്ടോ കുഞ്ഞെ. ചില വിഷയത്തെ കർത്താവ് ഇനി താമസിക്കുകയില്ല. കർത്താവ് വേഗത്തിൽ ചില കാര്യങ്ങൾ ഇടപെടാൻ പോകുക. കർത്താവ് അവന്റെ അടുക്കൽ വന്നു. ധൈര്യമായിരിക്ക. നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റാമയിലും നീ സാക്ഷീകരിക്കും. അങ്ങനെയെങ്കിൽ രാത്രി ഞാനൊരു കാര്യം പറയുന്നു, ഇതുവരെ പോയിട്ടില്ലാത്ത ഇടത്ത് ദൈവം നിന്നെ അയക്കും. ഇതുവരെ കാല് വയ്ക്കാത്ത ഇടത്ത് ദൈവം നിയോഗത്തോടെ അയക്കും. കേട്ടോ കർത്തൃദാസനെ, ഇതുവരെ കാല് വയ്ക്കാത്ത മേഖലയിൽ ദൈവാത്മാവ് അയക്കാൻ പോകുകയാണ്. ഇതുവരെ വെളിപ്പെടാത്ത അഭിഷേകത്തിൻ്റെ തലങ്ങൾ, അതിൻ്റെ ആഴങ്ങൾ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, കർത്താവ് ദൂതു പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പോരാട്ടം തുടങ്ങി. 40 പേര് ഒരുമിച്ച് നിന്ന് ശപഥം ചെയ്ത് ഇവനെ കൊല്ലാതെ ഞങ്ങൾ ആഹാരം പോലും എന്ത് ചെയ്തു. അഭിഷക്തന്മാരുടെ ആയുസ്സിനെ, ആരോഗ്യത്തിന് തലക്കെണ്ണം പറഞ്ഞ് ആഭിചാരം ചെയ്യുന്ന പൈശാചിക മണ്ഡലത്തെ ഇന്ന് രാത്രി സ്വർഗം വെട്ടിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഒരു നിമിഷം ഒന്ന് ആത്മാവിൽ ആരാധിച്ച് ഉടാ മന റബാല ഹസ്തര. നിന്റെ വാഹനത്തെ അപകടത്തിൽപ്പെടുത്താൻ, നിന്നെ പെട്ടെന്ന് രോഗിയാക്കി മാറ്റാൻ, നിന്റെ യാത്ര മുടക്കിക്കളയാൻ, നിന്നെ ഓപ്പറേഷന് വിധേയപ്പെടുത്താൻ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ദുഷ്ടന്റെ ആയുധത്തെ ഇന്ന് രാത്രി സ്വർഗം പൊട്ടിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷെ പൗലോസിനെ തൊടാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. 27:23 കർത്താവിൻ്റെ ദൂതനാ വന്ന്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ. കണ്ടോ, അതിന് ഒരുപാട് അർത്ഥവ്യാപ്തി ഉണ്ട്. ഞാൻ അവിടേക്ക് പോകുന്നില്ല. പദമൊന്ന് പറയാൻ വേണ്ടി ഞാൻ ആ വാക്യങ്ങൾ പറഞ്ഞത് കേൾക്കുക. 18:9 ദർശനം മതി. 23:11 കർത്താവ് വരണം. 23 കപ്പൽ യാത്രയിൽ ഒരു മനുഷ്യൻ പോലും ധൈര്യപ്പെടുത്താൻ ഇല്ലാതിരിക്കുമ്പോൾ മനസ്സ് തളർന്നു പോകാതിരിക്കാൻ കർത്താവിൻ്റെ ദൂതനെ കർത്താവ് അയച്ചോട്ട് പറയുകയാണ്, ഈ കപ്പലിലുള്ള ഒരുവൻ പോലും തകർന്നു പോവില്ല, ഈ കടലിൽ മുങ്ങിപ്പോവില്ല, എത്തേണ്ട ഇടത്ത് ഞാൻ എത്തിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ പറയുന്നു, ശ്രദ്ധിക്കൂ കുഞ്ഞേ. മനസ്സിന്റെ വ്യസനത്തോടെ, ഉഷ്ണത്തോടെ ഒരു ദൈവഭക്തൻ, ഒരു ദൈവ പൈതൽ പോകുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഒരസാധാരണമായ ദൈവശക്തിയുണ്ട്. ശക്തിയോടെ കരം വെളിപ്പെട്ടു. വേഗത്തിൽ ഒന്ന് പറഞ്ഞു വിട്ടേക്കാം. 4ാമത് കൈ വെളിപ്പെട്ടു. എവിടാന്നറിയാവോ? 8-ാം അധ്യായത്തിന്റെ 1 മുതൽ ഒന്ന് വായിച്ചേ കുഞ്ഞേ. 8-ാം അധ്യായത്തിന്റെ 1 മുതൽ. ആ ആ ആ ആ വേഗത്തിൽ. ആ ആ ആ കൈ പോലെ ഒന്ന് നീട്ടി. നമ്മൾ ആദ്യം കണ്ടു, കൈ ദൈവം നീട്ടി. എന്തിനാ? തലമുടി പിടിച്ച് ആ ആ ആ ആ ആ ആ ആ ആ റൈറ്റ്. ആ ആ ആ ആ
ആ ആ ആ ആ ആ കണ്ടോ? ആലയത്തിൻ്റെ അകത്തെ മ്ലേച്ഛത കാണിക്കാൻ. കേൾക്കുന്നുണ്ടോ? ആലയത്തിനകത്ത് ഇപ്പം മ്ലേച്ഛത നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അവർ പറയുന്നത് ഇതൊന്നും കാണാൻ ഒരാളില്ലെന്നാ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം നിയോഗത്തോടെ പറയുന്നു. യേശുക്രിസ്തു തൻ്റെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയ പുതിയ നിയമ സഭയിൽ ആമേൻ കാണാൻ പാടില്ലാത്തതും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും ആമേൻ സ്തോത്രം പലയിടങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന മത്സരങ്ങളും ആമേൻ നിഗളങ്ങളും അനൈക്യതയുടെ വ്യാപാരങ്ങളും അശുദ്ധിയുടെ വ്യാപാരങ്ങളും ഉടബലബലഹതരഘടകസിയ പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ ഉൾക്കൊള്ളാൻ കഴിയാതെ ദൈവഹിതമില്ലാത്ത പലതും പലയിടങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കാണേണ്ടതിന് ഈ തലമുറയിൽ കുഞ്ഞേ ദൈവം നിന്നെ ഇന്ന് രാത്രി കൈപിടിക്കുക. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ആലയത്തിൻ്റെ അകം കാണണം. ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി പറയാം. പഴയ നിയമ കോണ്ടസ്റ്റിൽ ആലയം കൂടി വരുന്ന ഇടമായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും. അപ്പോൾ ഇവരുടെ പോക്കും വരും, കൊരിന്ത്യ സഭയുടെ പോക്കും വരും, ഇഴിപ്പും പാവവും ഒക്കെ കണ്ടിട്ട് ഇവർ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള അറിവ് ഇവർക്കുണ്ടോ എന്ന് പൗലോസിന് സന്ദേഹം. ഇന്ന് രാത്രി കുഞ്ഞെ, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ നശിക്കുന്നവരുടെ ഇടയിൽ ക്രിസ്തുവിന് ദൈവത്തിൻ്റെ സൗരഭ്യ വാസന പരത്തുന്നവരാകണം. ഒരാമേൻ പറ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാ നൽകിയ ഒരു ദൂതി ഞാൻ പറയാം. യേശു 2 ദൈവാലയ ശുദ്ധീകരണമാണ് തൻ്റെ ഐക്യ ശുശ്രൂഷ നടത്തി. യോഹന്നാൻ 2:13, മറ്റൊന്ന് മത്തായി 21:12. മറ്റു ഭാഗത്തും ഈ രണ്ടാമത്തെ ദൈവാലയ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് 21:12 നമ്മൾ വായിക്കുന്നുണ്ട്. യേശു ദൈവാലയത്തിൽ ചെന്നു, ഇല്ലേ? വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി, അല്ലേ? പീഠങ്ങളെ മറിച്ചു കളഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എൻ്റെ ആലയം കമ്മിറ്റി കൂടാനുള്ള ഇടമെന്നല്ല, ജനബോഡിക്കുള്ള ഇടമെന്നല്ല, ആള് കാണിക്കാനുള്ള ഇടമെന്നല്ല, കുടുംബക്കാരുടെ പേരെഴുതി വെക്കാനുള്ള ഇടമല്ല. ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ പറയാ, എൻ്റെ ആലയ സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. ഇത് പ്രെയർ സെന്റർ ആണ്. രാമേ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി കുഞ്ഞെ, ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് ദൈവഹിതമില്ലാത്ത ബിസിനസ് നടക്കരുത്. യെരുശലേം ദേവാലയവുമായി ബന്ധപ്പെട്ട് പെരുന്നാൾ നടക്കുക. ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ ആളുകൾ വരും. അവർ വരുമ്പോൾ അവരുടെ നാണയങ്ങളാണ് കൊണ്ടുവരുന്നേ. ഇവിടെ വരുമ്പോൾ യഹൂദ നാണയം വേണം ഇവിടെ ഇടാൻ. അതുകൊണ്ട് യഹൂദ നാണയം കൊടുത്ത് വിദേശ നാണയം വാങ്ങി സ്തോത്രം ഒരു വലിയ ബിസിനസ് ചെയ്യുന്ന പുരോഹിതന്മാരുടെ ശിങ്കിടികൾ ഒരുപാട് അവിടെയുണ്ട്. ഞാനൊരു പുസ്തകം വായിച്ചത് ഇങ്ങനെ, 20% ഇവർക്ക് കമ്മീഷൻ. എത്ര? ഒരു വിശുദ്ധൻ ആവശ്യമില്ലാത്ത വസ്തു കച്ചവടത്തിനും ലോട്ടറി കച്ചവടത്തിനും ആവശ്യമില്ലാത്ത ഒരു കമ്മീഷൻ പരിപാടിക്ക് നിൽക്കരുത്. ഒരാമയും പറഞ്ഞ് ഞാൻ ഇത് പറഞ്ഞപ്പോൾ സ്തോത്രം പോയി പോക്ക്. സ്തോത്രം പറയുന്ന നാവ് കൊണ്ട്, സ്തോത്രകാഴ്ചയിടുന്ന കൈകൊണ്ട്, അഭിഷേകം വ്യാപരിക്കേണ്ട ശരീരത്തിൽ ദൈവഹിതമില്ലാത്ത ഒന്നും കയറി ഇറങ്ങി പോകരുത്. നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വിഘ്നം വരുന്ന ഒന്നും നിന്റെ കയ്യിൽ വരരുത്. രാമയും പറഞ്ഞാട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള ദുഷ്പ്രവണത പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഈ ആലയവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ യേശു വളരെ വികാരിതനായി അകത്തേക്ക് ചെന്ന് സകലതിനെ അടിച്ചു പുറത്താക്കി, പീഠങ്ങളെ മറിച്ചു കളഞ്ഞു. യേശു പറഞ്ഞു, എൻ്റെ ആലയം ബിസിനസ് ചെയ്യാനുള്ള ആലയമല്ല, ഇത് പ്രാർത്ഥനാലയമാണ്. അങ്ങനെയെങ്കിൽ ദൈവദാസന്മാരെ, ഇതിനകത്ത് ദൈവസാന്നിധ്യം എപ്പോഴും ചലിക്കണം കേട്ടോ. ദൈവസാന്നിധ്യം ചലിക്കണം. പ്രാർത്ഥിക്കുന്ന ആലയമായി മാറണം.
ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരായി മാറണം. സ്തോത്രം. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്നാണെന്നറിയാമോ? കുരുടന്മാരും മുടന്തന്മാരും എല്ലാം ആലയത്തിൽ വന്നു. അപ്പം നമ്മൾ ഓർക്കും കുരുടന്മാരും മുടന്തന്മാരും കയറി വന്നു, സ്വാഭാവികമല്ലേ? അല്ല, വരരുതെന്ന പ്രമാണം. 2 ശമൂവേൽ 5:8. കുരുടന്മാരും മുടന്തന്മാരും ഭവനത്തിൽ വരരുതെന്നൊരു ചൊല്ലുണ്ടായെന്ന ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ പഴയ നിയമം പറയുന്നു വരരുത് എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്നു, പഴയ നിയമത്തിൽ ബ്ലോക്ക് ചെയ്ത ആ ചൊല്ല് എൻ്റെ ദൈവം ബ്ലോക്ക് ചെയ്ത് അതിനെ നിർത്തൽ ചെയ്ത് ആലയത്തിൽ അതുവരെ കയറാത്ത ചില ആത്മീയ കുരുടന്മാരെ, മുടന്തന്മാരെ എൻ്റെ ദൈവാലയത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മനിറവോടെ ഞാൻ പറയുന്നു, ഹോശന്ന പാടുന്ന ബാലന്മാർ ആലയത്തിനകത്ത് എഴുന്നേൽക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ നമ്മുടെ തലമുറകൾ ആത്മാവിൽ പാടുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ. ഒരു കാര്യം ഞാൻ പറയുന്നു, ആലയത്തിനകത്തെ മ്ലേച്ഛതകൾ കണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഒരു മനുഷ്യനെ എൻ്റെ ദൈവ തലമുടി കുത്തിന് പിടിച്ചു. എന്നിട്ട് പറയും കാണാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നാം നമ്മെ കാണണമെങ്കിൽ വില കൊടുക്കണമെന്നായി പറഞ്ഞു വരുന്നു. സ്തോത്രം. എവിടെയാണ് താഴ്ച, എവിടെയാണ് പോരായ്മ, എവിടെയാണ് ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് വിഘ്നം, വിള്ളൽ, അത് കാണണമെങ്കിൽ കുഞ്ഞുങ്ങളെ, മക്കളെ വില കൊടുക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. ഞാനീ പറയുന്ന ആ ഭാഗത്തിൻ്റെ എത്ര പേർക്ക് അതിനെ ആഴം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉടരമനക തലമുടിക്ക് പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വന്ന് തലമുടിക്ക് പിടിക്കുന്ന കാര്യമല്ല കേട്ടോ. അത് പഴയ നിയമ കോൺടെസ്റ്റ് നടന്നെങ്കിലും പുതിയ നിയമ കോൺടെസ്റ്റ് ഞാൻ പറയുന്നു, വില കൊടുക്കണം, വില കൊടുക്കണം. 5ാമത് കൈ വെളിപ്പെട്ടു. 33:22 വായിപ്പിക്കുന്നില്ല, ന്യായവിധി വിളിച്ചു പറയാം. അങ്ങനെയെങ്കിൽ രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്നു. രാത്രിയിലാണ് കാവൽക്കാരൻ മുന്നറിയിപ്പ് കൊടുക്കണം, സമയമറിയിക്കണം. കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ദൂത് വിളിച്ച് പറയണം, രാത്രി തീരാറായി. അക്ഷരാർത്ഥത്തിൽ സൂര്യനും വെളിച്ചമുള്ളപ്പോൾ തന്നെ ഈ ലോകം ഇരുട്ടിൻ്റെ തടവറയിൽ തപ്പിത്തടയുകയാണ്. എന്നാൽ പകൽ വെളിപ്പെടാൻ പോകുന്നു, നീതി സൂര്യൻ വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ആത്മാവിൽ പറയുന്നു, ശ്രദ്ധിക്കുക ദൈവമക്കളെ. ലോകത്തോട് വിളിച്ചു പറയേണ്ട ദൂത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാക്കിലും തീയതാക്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് 2 കൊരിന്ത്യർ 5:10. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ. 1 പത്രോസ് 4:14. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? നീതിമാൻ പ്രയാസേനെ രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, സുവിശേഷം പറയാൻ അവസരം തരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് സുവിശേഷം പറയണം, ന്യായവിധി ഉണ്ടെന്ന് പറയണം. അപ്പോൾ 5 കാര്യം ഞാൻ ഓർപ്പിച്ചു. 6ാമത്തെ കാര്യം സാധാരണ പാസ്റ്റേഴ്സ് എടുത്തു പറയുന്നൊരു കാര്യമാണ്. 37-ാം അധ്യായത്തിലെ കോൺടെക്സ്റ്റ് നമുക്കറിയാം അല്ലേ? യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നു, എന്നെ ആത്മാവിൽ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നിട്ട് ചോദ്യം, മനുഷ്യപുത്ര, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിന്റെ അഭിപ്രായം എന്താ? ഈ അസ്ഥി ജീവിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, യഹോവയായ കർത്താവേ, നീ അറിയുന്നു. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. ഒന്നൊന്നിനോട് ബന്ധമില്ലാതെ ജീവൻ നഷ്ടപ്പെട്ട്, മാംസം നഷ്ടപ്പെട്ട്, അവയവങ്ങൾ മുഴുവനും അഴുകിപ്പോയി അസ്ഥിക്കൂമ്പാരത്തിൻ്റെ നടുവിൽ ഒരു വലിയ പ്രവാചകൻ ഇറങ്ങിച്ചെന്നപ്പോൾ അസ്ഥികളുടെ നടുവിലേക്കാണെങ്കിൽ ശ്രദ്ധിച്ചേ, പരിശുദ്ധാത്മാ ഭക്തനോട് പറഞ്ഞു, കുഞ്ഞേ, അസ്ഥികളുടെ നടുവിൽ നിന്നുകൊണ്ട് നീ പറയണം, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീ. വചനം വിളിച്ചു പറഞ്ഞപ്പോൾ ജീവൻ വ്യാപരിച്ചു, മാംസം വന്നു, തൊക്കു വന്നു, ജീവൻ വ്യാപരിച്ചു, കാറ്റടിച്ചു. ശ്രദ്ധിക്കുക, അസ്ഥി കൂമ്പാരമായിരുന്നതല്ല, അതതിൻ്റെ സ്ഥാനത്തേക്ക് മാംസം വന്നു, ജീവൻ വ്യാപരിച്ച് അവയവങ്ങൾ മടങ്ങി വന്ന് ഒരു വലിയ സൈന്യമായി നിവർന്ന് നിന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിയോഗത്തോടെ പറയുന്നു, ഈ യെഹെസ്കേൽ ഇറങ്ങിച്ചെന്നത് താഴ്വരയുടെ നടുവിലേക്കാണെങ്കിൽ ഈ യെഹെസ്കേൽ കയറിപ്പോകുന്നത് സൈന്യത്തിൻ്റെ നടുവിലാ.
സൈന്യത്തെ കണ്ട. ഈ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ചില ശൂന്യതയൊക്കെ കണ്ടാണ് നീ തുടങ്ങിയതെങ്കിലും ആത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ പറയുന്നു, ഒരു വലിയ സൈന്യം ഇവിടെ എഴുന്നേക്കാൻ പോവാ. ഈ ചക്കുപര ദേശത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു സൈന്യത്തെ തരാൻ പോകുകയാണ്. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഒന്ന് കരമുയർത്തി രാമേൻ പറ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. യെഹെസ്കേലേ, യഹൂദ ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ പ്രവാചിച്ച പ്രവാചക, എന്തിനാണ് കൈവന്നത്? മഹത്വത്തിന്റെ പ്രത്യക്ഷത കാണിക്കാൻ. എന്തിനാ കൈവന്നത്? പുസ്തക ചുരുള് കൊടുക്കാൻ. എന്തിനാ കൈവന്നത്? മനസ്സിന്റെ വസനത്തോട് ഉഷ്ണത്തോടു കൂടെ നീ തളർന്നു പോകാതിരിക്കാൻ ശക്തിയോടെ നിന്റെ മേ കൈവന്നു. നാലാമത് കൈവന്നത് ആലയത്തിൻ്റെ അകം കാണാൻ. അഞ്ചാമത് ദൈവത്തിൻ്റെ കൈ വെളിപ്പെട്ടത് ന്യായവിധി കാണിക്കുക. ആറാമത് കൈവന്നത് വലിയ പ്രവാചകനെ താഴ്വരയിൽ ഇറക്കാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. താഴ്വര കൊണ്ട് അവസാനിപ്പിച്ചില്ല കേട്ടോ. ഞാൻ എൻ്റെ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യുക. 40-ാം അധ്യായം 1-ാം വാക്യം മോനെ ഒന്ന് വായിച്ച്. 40-ന്റെ 1 ഒന്ന് വേഗത്തിൽ വായിച്ച്. 40-ന്റെ 1 കമോൺ. ആ ആ ആ ആ കണ്ടോ? ഏറ്റവും ഉയർന്ന പർവ്വതത്തിൽ നിർത്തി. കണ്ടോ? ദിവ്യ ദർശനങ്ങളോടുകൂടെ ശുശ്രൂഷ ആരംഭിച്ച യെഹെസ്കേൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിക്താനുഭവങ്ങളിലൂടെ ഒറ്റപ്പെടലിലൂടെ കടന്നുപോയപ്പോൾ ഏറ്റവും ഒടുവിൽ ദൈവം ആ മനുഷ്യനെ നിർത്തിയത് ഉയർന്ന പർവ്വതത്തിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഞാനൊരു ദൂത് പറയാം. ഇതുവരെ നീ കയറാത്ത ഉയർന്ന തലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കാൻ പോകും. ശുശ്രൂഷയുടെ പുതിയ തലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുക. ഹൂഡാമാന, ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയുന്നു. വിശുദ്ധിയുടെ ഉയർന്ന പർവ്വതത്തിലേക്ക് ഒന്ന് കയറി വരാൻ എത്ര പേർ കൊതിക്കുന്നുണ്ട്? പ്രാർത്ഥനയുടെ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി വരാൻ എത്ര പേർ കൊതിക്കുന്നുണ്ട്? ആരാധനയുടെ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി വരാൻ എത്ര പേർ കൊതിക്കുന്നുണ്ട്? ആര് കൈതാത്തിടാതെ ഒരു നിമിഷം ഒന്ന് കൈയുയർത്തി പിടിച്ചാട്ടെ. ഓ റീബനബന ഘടകധര ഘടകസിയ, ദൈവമായുള്ള ആഴമുള്ള ബന്ധത്തിൻ്റെ ആ ഉയർന്ന പർവ്വതത്തിലേക്ക് ഒന്ന് കയറി വരാൻ. കുഞ്ഞെ, എന്നും നീ താഴ്വാരത്തിലല്ല, എന്നും നീ അസ്ഥികളുടെ നടുവിലല്ല, എന്നും ജീവനില്ലാത്തതിൻ്റെ നടുവിലല്ല. ദൈവം നിനക്ക് പ്രമോഷൻ ഒരുക്കൂ. ദൈവം നിനക്ക് ഒരു അഭിവൃദ്ധി ഒരുക്കൂ. ഒരു ഉയർന്ന പർവ്വതം, ഉയർന്ന പർവ്വതം ദൈവം തന്റെ ജനത്തിന് വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. ഇതുവരെ കാണാത്ത ചില പർവ്വതങ്ങൾ, ഇതുവരെ വെളിപ്പെടാത്ത ചില ശ്രേഷ്ഠകരമായ ഉയർന്ന തലങ്ങൾ ദൈവാത്മാവ് ഒരുക്കാൻ പോകുകയാണ് ഇന്ന് രാത്രി. ഓ റീമാന ഹസ്തലഘടകസിയ ആമേൻ. ഒറ്റപ്പെടലിൻ്റെ അവഗണനയുടെ നടുവിൽ ഒരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വെളിപ്പെട്ട 7 കാര്യമാണ് ഞാൻ പറഞ്ഞു. ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് നന്നായി ഇടപെട്ടെന്ന നിശ്ചയമുള്ളവർ, എന്നെ കാണിക്കാൻ വേണ്ടിയല്ല, ഒന്ന് കൈ ഉയർത്തി പിടിച്ച് പ്ലീസ്. ക്യാൻ യു സ്റ്റാൻഡ് അപ്പ്? ഒന്ന് എഴുന്നേക്കാൻ പറ്റുമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേക്കാമോ? കർത്താവിൻ്റെ ദാസന്മാർ ആത്മനിറവോടെ ഒരു പാട്ട് പാടി നമ്മൾ ഒരുമിച്ച് ഒന്ന് ആത്മാവിൽ ആരാധിക്കാൻ പോകും. കഴിയുമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ മുൻപോട്ടൊന്ന് കയറി നിൽക്കാമോ പ്ലീസ്? ക്യാൻ യു കം ഫോർവേഡ്? ദയവായി ഒന്ന് മുൻപോട്ടൊന്ന് വന്നേ. കുറച്ചുകൂടെ മുമ്പോട്ടൊന്ന് കയറിയാൽ മൊബൈൽ ഫോൺ, ആ ബൈബിളെല്ലാം ഒന്ന് മാറ്റി വെക്കാം. മൊബൈൽ ഫോൺ, ബൈബിളെല്ലാം ഒരു സൈഡിലോട്ട് ദയവായി ഒന്ന് മാറ്റി വെച്ച്, കണ്ണടയെല്ലാം മാറ്റി വെച്ചാൽ മുൻപോട്ട് കയറി നിൽക്കാൻ കഴിയുമോ ദയവായി പ്ലീസ്? പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിയോഗത്തോടെ ഈ ദൂത് ഇവിടെ പറഞ്ഞ് ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണുകളെ നടച്ച് ഒന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്. യെഹെസ്കേലിനെ പോലെ പ്രവാസത്തിൽ, ഒറ്റപ്പെടലിൽ, ഏകാന്തതയുടെ തടവറയിൽ, കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരുമില്ലെങ്കിലും, നിൻ്റെ വിശേഷം ചോദിക്കാൻ പോലും ആരുമില്ലെങ്കിലും, നിന്നെ അറിയേണ്ടവർ പോലും നിൻ്റെ അടുക്കലില്ലെങ്കിലും, നിന്നെ ഒന്ന് കൈത്താങ്ങേണ്ടവർ പോലും നിൻ്റെ അടുക്കലില്ലെങ്കിലും, ഇന്ന് രാത്രി കുഞ്ഞ് ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമാണ്. ഒരു നിമിഷം എല്ലാവരും ചേർന്ന് ഒരു നിമിഷം ഒന്ന് സ്തോത്രം പറഞ്ഞു.
ഉടരമനകട കുഞ്ഞുങ്ങൾ ദയവായി യുവ സഹോദരന്മാർ കുറച്ചുകൂടെ മുമ്പോട്ട് കയറിയുന്നാണ് പ്ലീസ്, കുറച്ചുകൂടെ കയറിയുന്നാണ്. ദൈവാത്മാവിനെ ഒന്ന് അനുസരിച്ചാണ്. ഉടാമന റമന ഘടകധരഘടകസ്. മക്കളെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇടണം കേട്ടോ. കുറച്ചുകൂടെ നിങ്ങൾ ഈ മുമ്പിൽ നിൽക്കുന്നവർ കുറച്ചുകൂടെ കയറിയുന്നാട്ട്, മുമ്പിൽ നിൽക്കുന്നവർ കുറച്ചുകൂടെ ഇന്നാട്ട്. മതി അമ്മച്ചിമാരവിടെ നിന്നാട്ട്. ഹുഡമസഖേനിയാലകൾ മനാദരാദരാജനഘടകസ്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് കരങ്ങളേക്കൊന്ന് ദിവസം ഉയർത്തിപ്പിടിച്ച്. ദൈവത്തിൻ്റെ കൈ ഇന്ന് രാത്രി നിനക്ക് അനുകൂലമാണ്. ദൈവത്തിൻ്റെ കൈ അത് രൂപപ്പെടുത്തുന്ന കൈ. ഇറ്റ് ഈസ് എ ഫാഷനിങ് ഹാൻഡ്, ഇറ്റ് ഈസ് എ പ്രിസർവിങ് ഹാൻഡ്, പരിപാലിക്കുന്ന കൈ. ഇത് കരുതുന്ന കൈ. ഇറ്റ് ഈസ് എ പ്രൊവൈഡിങ് ഹാൻഡ്, ഇത് ശിക്ഷിക്കുന്ന കയ്യാ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കൈക്ക് ധാരാളം പ്രത്യേകതയുണ്ട്. ഈ കൈയാണ് ഒരു വലിയ പ്രവാചകൻ്റെ മേൽ വെളിപ്പെട്ട്. ഇന്ന് രാത്രി ഒരാഴമുള്ള വെളിപ്പാടിലേക്കൊന്ന് കയറി വരാം. ഞാൻ ആത്മാവിൽ എൻ്റെ മേലുള്ള നിയോഗം തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുന്നു, ഈ രാത്രി ഒരാത്മമണ്ഡലം ദൈവം ഓപ്പൺ ചെയ്യുക. ഒരു ശുശ്രൂഷയുടെ പുതിയ വാതായനങ്ങൾ ദൈവം ഇവിടെ തുറക്കാൻ പോകുകയാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിച്ച്, കൃപാവരങ്ങളുടെ ഒരു പുതിയ തല ഇവിടെ ദൈവാത്മാവ് ഓപ്പൺ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് രാത്രി അതിനു വേണ്ടി ഒരുങ്ങുന്നവർ ദയവായി നിങ്ങളുടെ ഹൃദയം ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചാൽ. ആരും ഇതിനകത്ത് മൗനമായി നിൽക്കാതെ ദൈവദാസൻ വിളിച്ചു മുമ്പോട്ട് വന്നെന്നല്ല. ഇന്ന് രാത്രി പറ, കർത്താവേ, ഒരു അസാധാരണ വെളിപ്പാട് ഞാൻ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കും. കർത്താവ്, ഒരു അസാധാരണമായ വിവേചന ആത്മാവ്, അസാധാരണമായ പ്രവചന ആത്മാവ്, അസാധാരണമായ കൃപാവര ശുശ്രൂഷ, അസാധാരണമായ നിലയിൽ അനവധി മണിക്കൂറുകൾ ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകം, ആരാധിക്കുന്ന ഒരു അഭിഷേകം, ആത്മാക്കളെ നേടുന്ന ഒരു അഭിഷേകം, സുവിശേഷം പറയാനൊരു അഭിഷേകം, ഉടരബല ഘടകതലകസി, പൈശാചിക ശക്തിയുടെ മേലുള്ള അധികാരം, ദേശാധിപതി മേലുള്ള അധികാരം ഇന്ന് രാത്രി എൻ്റെ മേലൊന്ന് കൈമാറണമേ എന്ന് ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുടെ മേൽ ഈ രാത്രി സ്വർഗം കൃപാവരങ്ങളെ കൈമാറാൻ പോകുകയാണ്. ഒരു നിമിഷം കണ്ണുകളോടെ ചാട്ടെ. എല്ലാവരും വാതോർന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ഇന്ന് രാത്രി എന്നോട് മനസ്സലിയണമേ, ഇന്ന് രാത്രി എന്നോട് കരുണ തോന്നണമേ, ഇന്ന് രാത്രി എൻ്റെ നാവിനെ തുറക്കണമേ, ഇന്ന് രാത്രി അവിടുത്തെ കൃപാവരങ്ങളെ എൻ്റെ മേലൊന്ന് കൈമാറണമേ എന്ന് ഹൃദയം തുറന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ രണ്ട് കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ഒരു നിമിഷം ഒന്ന് ഉയർത്തിപ്പിടിച്ചു. എത്ര നാളായി കുഞ്ഞെ നീ ഹൃദയം തുറന്നൊന്ന് കരഞ്ഞിട്ട്? എത്ര നാളായി നീ നിന്റെ ദൈവമായിട്ടൊന്ന് സംസാരിച്ചു? എത്ര നാളായി ദൈവശബ്ദം നിന്റെ കാതിൽ കേട്ടിട്ട്? എത്ര നാളായി നീ ഒരു വെളിപ്പാട് കണ്ടിട്ട്? എത്ര നാളായി നീ ഒരു ദൂത് പലരോടും പറഞ്ഞു? എവിടെയൊക്കെയോ നീ ഒതുങ്ങിപ്പോയി. കമോൺ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ അവിടുന്ന് പൊക്കിയെടുക്കാൻ ആഗ്രഹിക്കും. ഒരു പുത്തൻ അഭിഷേകം ദൈവം നിന്റെ തലമേലൊഴുകി. ഒരു നിമിഷം കണ്ണുകളെ നടച്ച് ആരും ഇതിനകത്ത് മൗനമായി നിൽക്കാം. അധരങ്ങളെ തുറക്കണം, കൈകളെ അടിക്കണം, ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കണം. ദൈവത്തിൻ്റെ തേജസ്സിനകത്ത് വെളിപ്പെടാൻ പോകുകയാണ്. അത്യന്ത ശക്തിയിനകത്ത് വ്യാപരിക്കാൻ പോകും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാത്ത, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം കൈ ഉയർത്തിപ്പിടിച്ച് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാത്തവർ കൈ ഉയർത്തിപ്പിടിച്ചാണ്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകും. ഇന്ന് രാത്രി ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിക്കുന്നവർ ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകും. കണ്ണുകളെ അടച്ച്, എല്ലാവരും കണ്ണുകളെ അടച്ചാണ്, എല്ലാവരും കണ്ണുകളെ അടച്ചാണ്. ആരും മൗനമായിരിക്കാതെ എല്ലാവരും കണ്ണുകളെ അടച്ചാണ്. ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാം, ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാം. സ്വർഗപിതാവ്, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഇന്ന് രാത്രി അവിടുത്തെ വ്യത്യസ്ത കൃപാവരങ്ങളാൽ ഈ ജനത്തെ അങ്ങ് അലങ്കരിക്കണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി ജനത്തെ മാറ്റും. ഒരിക്കലും അങ്ങേ വിട്ടുപിരിയാൻ കഴിയാത്ത ദൈവസാന്നിധ്യത്തിലേക്ക്, ആ ദൈവിക സ്നേഹത്തിലേക്ക് ജനത്തെ ഇന്ന് രാത്രി കണക്ട് ചെയ്യണമേ കർത്താവേ. അങ്ങയുടെ സന്നിധിയിൽ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അഭിഷേകം ജനത്തിന്മേൽ കൈമാറും. ഇന്ന് രാത്രി ചില യുവ സുവിശേഷകന്മാർ കാലഘട്ടത്തിൻ്റെ ശബ്ദമാക്കി ദൈവാത്മാ മാറ്റാൻ പോകുകയാണ്. തേജസ്സിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവജനരെ ഇവിടെ നിയോഗിക്കാൻ പോകും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ആഴമുള്ള വെളിപ്പാടുകൾ തെളിയാൻ പോകുകയാണ്. നിന്നെ തോൽപ്പിച്ച ഇടത്തു നീ ജയാളിയായി മാറാൻ പോകുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഇവിടെ പാട്ട് പാടുമ്പോൾ നമ്മൾ ഒരുമിച്ചൊന്ന് ആരാധിക്കാം. ആരും ഇതിനകത്ത് മൗനമായി നിൽക്കാം. കരങ്ങളെ നന്നായി അടിച്ച് അതരം തുറന്ന് അഭിഷേകത്തോടെ ആരാധിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കും. Jesus.
കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം ജഡത്തിന്മേലോ, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിക്കണമേ, കൊടുങ്കാറ്റായി വീശണമേ. ഇന്ന് രാത്രിയിൽ ആത്മനദിയായി ഒഴുകണം ഈ ജനത്തിന്റെ മേൽ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, സകല കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി. ഓ കർമ്മേലിൻ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു, ആകാശം വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. ഓ കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈവേഗം ഞാൻ കാണുന്നു, ആകാശം വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ശവലക്ഷകളെ ഓ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണം. നിഗനാമകരെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണം. വൈഡമലക്ഷേ ചുടവാരകനാഥമലാഭവനാഥമലാഭേ അതുരവനഗണാഥകലക്ഷേ അതുരക്ഷകലാഥകനാഥേ അതുരാധക ചുടവനവനവന ചുടവനവനവൻ ചുടവനഗണകല വൈഡമലക്ഷകനാഥവനാഥേ അതുരവനഗല വൈഡമലാധവ ചൂടവനാഥവ ചുടവനഗണകേ അതുരാധക വൈഡമലാധേ അർത്ഥാരവ ചുടവനഗണകല ആത്മസാന്നിധ്യത്തിന്റെ നിറവ് തീ പോലെ ഇറങ്ങുന്ന അഭിഷേകം ഇന്ന് രാത്രി അഗ്നിനാവായി നമുക്ക് വേണ്ടി ചലിക്കുന്ന ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് ഈ ആലയത്തിനകത്ത് ചലിക്കണേ. ശവനഗണഗണഗണഗണഗണകൾ ഭൗഡര വിഗണഗണഗണകൾ ഭൗഡവാരകൾ കമനെ ഓ റിവലഗണഗണകൾ ഭൗഡരെ ഓ ശവനഗ ധന ധല ധര ധന വൈഡവലക്ഷകനാഥവലക്ഷകനാഥവലക്ഷകനാഥവനവനെ അതുരവലഗണഗണഗണഗണഗ ചുടവാരികന ചുവരക്ഷകനാഥവനാഥേ അർത്ഥാരവ ചുടവൽക്കവനെ അർത്ഥാരവ ചുടവാരികന വൈഡാരക ചുടകൽക്കവനെ. Holy presence, holy presence, holy presence, holy presence. മഹത്വം ചലിക്കണേ, മഹത്വം ചലിക്കണേ, മഹത്വം ചലിക്കണേ. ഓ ശുക്രാദനാദല ചുടവരവനവലവരവലവരവര ഗടഗടഗടഗനെ അതുരവലഗട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  ശുദ്ധര വൈഡവരഗടഗടഗലാധരാധരാധരാ
കർത്താവിന് മഹത്വ ചുടപരകടകരകലകൾ പ്രൗഢഭാരകൾ